ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അതരം തുറന്ന് സ്തുതിക്കാൻ പറ്റുന്ന എത്ര പേരുണ്ട്? അതരം തുറന്ന്. ഞാൻ നിങ്ങളുടെ ആരാധന നോക്കി, അതിട്ടാണ് ഞാൻ ചോദിക്കുന്നത്, അതരം തുറന്ന് എത്ര പേർക്ക് സ്തുതിക്കാൻ പറ്റുന്നുണ്ടെന്ന്. കുറച്ച് പേര് കൈ വെക്കുന്നില്ല, അപ്പോൾ അതിൻ്റെ അർത്ഥം അവർക്ക് അതരം തുറക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടായിരിക്കും നമുക്ക് അതരം തുറക്കാൻ പറ്റാത്തത്? എന്തുകൊണ്ടായിരിക്കും? നമ്മൾ സാധാരണഗതിയിൽ നമ്മളൊക്കെ ഇപ്പോൾ നമ്മളായിരിക്കുന്ന ഈ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ ഒത്തിരി ഉണ്ടല്ലേ? രാഷ്ട്രീയ പാർട്ടികൾ സാധാരണ നല്ല രാഷ്ട്രീയക്കാരെന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് കുറച്ച് കഴിവുള്ള, തങ്ങളുടെ ആ സ്പേസിനെ വളരെ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകുന്ന രാഷ്ട്രീയക്കാരുണ്ട്. അവരെപ്പോഴും അവർ ചെയ്യുന്നൊരു പ്രവൃത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കുറച്ച് ശിങ്കിടികളുണ്ടാവും. ഈ ശിങ്കിടികളെ താഴെ നിർത്തും. ഈ പറയുന്ന രാഷ്ട്രീയക്കാരൻ സ്റ്റേജിലേക്ക് കയറുമ്പോഴോ അവൻ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോഴോ അവർക്ക് വേണ്ടി ജയ് വിളിച്ചുകൊണ്ട്, അല്ലേ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർ സമ്മേളനങ്ങൾക്ക് വരുമ്പോൾ, അവരുടെ കാറ് വരുമ്പോൾ, അവർ വന്ന് ഇറങ്ങുമ്പോൾ, അവർക്ക് സ്വീകരണം കൊടുക്കുമ്പോഴൊക്കെ അവർക്ക് വേണ്ടി ജയ് വിളിക്കും. അതരം തുറന്ന്. എങ്ങനെയായിരിക്കും അവരുടെ ജയ് വിളി? ഭയങ്കര ഹർഷാരവത്തോടെ, കരങ്ങളടിച്ച്, ചിലപ്പോൾ ഭയങ്കര ശബ്ദത്തോടുകൂടെ, ഭയങ്കര ആക്രോശത്തോടു കൂടെയൊക്കെ ആയിരിക്കും. ഭയങ്കര ഉണർവായിരിക്കും ഈ ജയ് വിളിക്കാനായിട്ട്. അവർക്ക് അതിനുള്ള എന്തെങ്കിലും ഉപകാരം ഉണ്ടാവും, അല്ലേ? ആ ജയ് വിളിച്ചുകൊണ്ട് ഒരുപക്ഷെ അങ്ങനെ ജയ് വിളിക്കുമ്പോൾ ഈ പറയുന്ന രാഷ്ട്രീയക്കാരുടെ അടുത്ത്, MLA ആകട്ടെ, MP ആകട്ടെ, ഏതെങ്കിലും മന്ത്രിയാകട്ടെ, ഇവരുടെയൊക്കെ അടുത്ത് ചെല്ലുമ്പോൾ അവരുടെ ആവശ്യം നടത്തി കൊടുക്കും, അവരുടെ കാര്യം നടത്തി കൊടുക്കും, അല്ലേ? ചെന്ന് കഴിയുമ്പോൾ ഇത് നമ്മുടെ ആളാണ്, ഇത് നമ്മുടെ വേണ്ടപ്പെട്ട ആളാണ്, അവർക്ക് ആ കാര്യം കൃത്യമായിട്ട് നടത്തി കൊടുക്കും. അപ്പോൾ രണ്ടാമത് ഒരു പ്രാവശ്യം ഇവൻ്റെ ഒരു ആവശ്യം, ഇവൻ്റെ മകൻ്റെ ഒരു ജോലിയോ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ ഈ രാഷ്ട്രീയക്കാരൻ്റെ അടുത്ത്, ഈ നേതാവിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ കൃത്യമായി കാര്യം നടത്തി കൊടുത്ത ഒരു വ്യക്തിയാണെങ്കിൽ, രണ്ടാമത് ഈ വ്യക്തി വരുമ്പോൾ ആരുകൂടെ ജയ് വിളിക്കും? ഈ നടത്തി കൊടുത്ത അവനും കൂടെ ഈ മറ്റുള്ളവർക്ക് ജയ് വിളിക്കും. അതായത് ശിങ്കിടികൾ മാത്രമല്ല, എല്ലാവരും കൂടി ജയ് വിളിക്കും. ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുക കഴിഞ്ഞ കാലാകാലങ്ങളായിട്ട്. നമ്മൾ തിരഞ്ഞെടുക്കുന്ന നമ്മളുടെ രാഷ്ട്രീയമായിട്ടുള്ള, നമ്മളുടെ പ്രതിനിധിയായിട്ടുള്ള വ്യക്തികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ജയ് വിളിക്കുക. സത്യത്തിൽ ഇദ്ദേഹം ഈ ഇലക്ഷനിൽ നിന്നപ്പോൾ ജയിച്ചു, അല്ലേ? ജയിച്ചില്ലേ? തോറ്റ MLA ആരെങ്കിലും ഉണ്ടോ? ജയിച്ച MLA അല്ലേ ഇവിടെ ഉള്ളത്? തോറ്റ MP ആരെങ്കിലും ഉണ്ടോ? ജയിച്ചവരാണ്. XMLA ഉണ്ടാവും, XMP ഉണ്ടാവും, പക്ഷേ തോറ്റ MLA അല്ല. പിന്നെ അദ്ദേഹം മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ആണോ? അല്ല, അദ്ദേഹം നമ്മുടെ ആരുമല്ല യഥാർത്ഥത്തിൽ. പക്ഷേ എന്നാലും പിന്നെയും നമ്മൾ ജയ് വിളിച്ചുകൊണ്ടിരിക്കും. കാരണം അടുത്ത ഇലക്ഷൻ ഇവരെ ജയിപ്പിക്കണം. ഇത്തവണ തോറ്റു, അപ്പോഴും ജയ് ജയ് ജയ്. ജയിച്ചിട്ടില്ല, തോറ്റു കിടക്കുക. അപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക? എങ്ങനെയെങ്കിലും തള്ളി ഇവനെ ഒന്ന് ജയിപ്പിക്കാനുള്ളൊരു ശ്രമമാണ് പിന്നെ നടത്തുന്നത്. ചില രാഷ്ട്രീയ പാർട്ടികൾ ഇങ്ങനെ ജയ് വിളിക്കുന്നുണ്ട്. ഇനി മതസംഘടനകൾ ഇപ്പോൾ ജയ് വിളിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. തിരക്കേടില്ലാത്ത ജയ് വിളിയൊക്കെ നമ്മൾ എറണാകുളം ഇവിടെയൊക്കെ കണ്ടു. പല കാര്യങ്ങൾക്ക് വേണ്ടി തെരുവിലിറങ്ങി ജയ് വിളിക്കുന്നത് നമ്മൾ കണ്ടു. ഇനി മറ്റൊരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ദൈവങ്ങളും ജയ് വിളിപ്പിക്കുന്നുണ്ട്. ഭൂമിയിലെ ദൈവങ്ങളെന്ന് വിളിക്കപ്പെടുന്ന പല ആളുകളും ഇപ്പോൾ നോർത്തിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ, ഞാനത് പറയുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? പെട്ടെന്ന് ചിരിയൊക്കെ വരുമ്പോൾ തന്നെ അറിയാം. ചില പേരുകളൊക്കെ വിളിച്ചിട്ട് അതിനെയും ജയ് വിളിച്ച്, കാരണം തോറ്റിയടക്കം ആയിരിക്കും, അപ്പോൾ അതുകൊണ്ട് ജയിപ്പിക്കണമല്ലോ എങ്ങനെയെങ്കിലും. കർത്താവിന് ജയ് വിളിക്കേണ്ട കാര്യമുണ്ടോ? കർത്താവിന് ആരെങ്കിലും ജയ് വിളിക്കുമോ? യേശുവേ ജയ് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിളിക്കാറുണ്ടോ? ആരെങ്കിലും വിളിച്ച്, എനിക്കറിയില്ല, അങ്ങനെ ആരെങ്കിലും വിളിക്കത്തോടോ അറിയില്ല. യേശുവിന് ജയിപ്പിക്കേണ്ട കാര്യമുണ്ടോ? അവൻ ജയിച്ചവനാണോ നിങ്ങളുടെ ഹൃദയത്തിൽ? അതേ പരാജയപ്പെട്ടവനാണോ? ക്രൂശിൽ അവൻ വിജയം പ്രാപിച്ചവനാണോ? അതേ ക്രൂശിൽ പരാജയപ്പെട്ടവനാണോ? ഈ ഭൂമിയിലെ രാജാവായി സർവശക്തനായ ദൈവത്തെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ, നിൻ്റെ ആവശ്യം ദൈവം എന്തെങ്കിലും നടത്തി തന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് ആ ദൈവത്തിന് നന്ദി പറയാം, സ്തുതികൾ അർപ്പിക്കാം, സ്തുതികളുടെ അതരങ്ങളുടെ ബലി ദൈവത്തിന് സമർപ്പിക്കാം. പലർക്കും അതരം തുറക്കാൻ പറ്റുന്നില്ല. ഞാൻ നോക്കി, പലർക്കും ഒരു താല്പര്യമില്ല. എന്തിനാ ഈ ദൈവത്തെ ആരാധിക്കുന്നത്? എന്ത് കാര്യത്തിനാണ്? എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ നിങ്ങൾക്ക് ലഭിക്കാത്തത് കൊണ്ടായിരിക്കാം, നിങ്ങളുടെ കാര്യങ്ങൾ നടക്കാത്തത് കൊണ്ടായിരിക്കാം, നിങ്ങൾ ആഗ്രഹിച്ചിട്ടും നടക്കാത്തത്, നിങ്ങൾ യാചിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും നടക്കാത്തത് കൊണ്ടാണോ നിങ്ങൾ പ്രാർത്ഥിക്കാത്തത്, അല്ലെങ്കിൽ അതരം തുറക്കാൻ പറ്റാത്തത്? 2-3 കാരണങ്ങളുണ്ട്. ചിലർക്ക് നിരാശയായിരിക്കാം. ചിലരെ സംബന്ധിച്ചിടത്തോളം അതരം ബന്ധിച്ചിട്ടിരിക്കുക, അതരത്തെ കെട്ടിയിട്ടിരിക്കുക. നിൻ്റെ അതരത്തെ ദൈവത്തിന് സ്തുതി അർപ്പിക്കാൻ, ബലി അർപ്പിക്കാൻ നിൻ്റെ അതരത്തെ തുറക്കാൻ സമ്മതിക്കത്തില്ല. കാരണം ദൈവവചനം പറയുന്നു, പാപിക്ക് സ്തോത്രഗീതം ഇണങ്ങത്തില്ല. പാപം ചെയ്ത് ദൈവത്തിൽ നിന്നും അകന്നു പോയി നിൽക്കുന്നവന് എത്ര ഗിറ്റാറിൻ്റെ സൗണ്ട് കേട്ടാലും, കീബോർഡിൻ്റെ സൗണ്ട് കേട്ടാലും, ഇവിടെ നിന്ന് തൊട്ട് ഇടതും വലതും നിൽക്കുന്നവൻ ആരാധിച്ചാലും, തുള്ളിച്ചാടി ദൈവത്തെ സ്തുതിച്ചാലും നമുക്ക് അതരം തുറക്കാൻ പറ്റത്തില്ല. കാരണം എന്താ? പാപം ചെയ്തവന് അവന് സ്തുതികളുടെ ബലി സമർപ്പിക്കാൻ പറ്റത്തില്ല. ദൈവവചനം പറയുകയാണ്, പാപിക്ക് സ്തോത്രഗീതം ഇണങ്ങത്തില്ല. അവൻ എത്ര ആഗ്രഹിച്ചാലും, അവന് ആഗ്രഹമുണ്ട്, ഇല്ലാഞ്ഞിട്ടല്ല, അവന് ദൈവത്തെ സ്തുതിക്കണമെന്ന് മഹത്വപ്പെടുന്നത്. ഞാൻ എൻ്റെ ധ്യാനത്തിന് ആദ്യമായിട്ട് പോയി കഴിഞ്ഞപ്പം ആദ്യത്തെ ദിവസം ഞാൻ നോക്കിയപ്പോൾ എല്ലാവരും സ്തുതിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് മാത്രം ഇത് പറ്റുന്നില്ല. എന്നാൽ ഇതേ വ്യക്തിയായി ഞാൻ
കോളേജിൽ ചെന്നപ്പോൾ 1-ാമത്തെ വർഷം ആദ്യത്തെ ദിവസം ഞാനാണ് ജയ് വിളിച്ചു കൊടുത്തത്. നവാഗതർക്ക് സ്വാഗതം, സ്വാഗതം, സുസ്വാഗതം. കാരണം എൻ്റെ ശബ്ദം ഇങ്ങനെ തുറന്നിരിക്കും. ഇവിടെ നിന്ന് തുടങ്ങിയ കോളേജിൻ്റെ അങ്ങേയറ്റം വരെ കേൾക്കാം. അപ്പോൾ അതുകൊണ്ട് ആകെ 10 പേരാണ് ജാഥയ്ക്കുള്ളെങ്കിലും 11-ാമനും 10-ാമനും കേൾക്കാവുന്ന സൗണ്ട് മതിയെങ്കിലും നമ്മൾ വളരെ നല്ല ശബ്ദത്തിൽ ജയ് വിളിച്ചു കൊടുക്കും. അപ്പോൾ ഫസ്റ്റ് ഇയർ ആയിട്ടുള്ള ഞാൻ തന്നെ നവാഗതർക്ക്, ഞാനാണ് നവാഗതനായി എനിക്ക് ജയ് വിളിച്ചു കൊടുത്തത് ഞാൻ തന്നെയാണ്. അങ്ങനെ ജയ് വിളിച്ചുകൊണ്ടിരുന്ന വ്യക്തി പ്രാർത്ഥിക്കാൻ ചെന്നപ്പോൾ, ആരാധിക്കാൻ ചെന്നപ്പോൾ, ധ്യാനത്തിന് ചെന്നപ്പോൾ വാ തുറക്കാൻ പറ്റുന്നില്ല. എനിക്ക് അതരം തുറക്കാൻ പറ്റുന്നില്ല. എനിക്ക് ആഗ്രഹമുണ്ട് ദൈവത്തെ സ്തുതിക്കണമെന്ന്, ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ പറ്റുന്നില്ല, ആഗ്രഹിച്ചാൽ നടക്കുന്നില്ല. 1-ാമത്തെ ദിവസം കഴിഞ്ഞു, 2-ാമത്തെ ദിവസം കഴിഞ്ഞു. 2-ാമത്തെ ദിവസത്തിൻ്റെ മധ്യത്തിലുള്ളൊരു ക്ലാസ്സിൽ എനിക്കൊരു കാര്യം മനസ്സിലായി. ഞാൻ ആണ് യഥാർത്ഥ പാപി എന്നൊരു തിരിച്ചറിവ് എനിക്കുണ്ടായി. രാത്രി ഞാൻ കരഞ്ഞു കുറച്ചു നേരം. ആരാധനയുടെ സമയത്ത് കണ്ണുനീര് വന്നു. ഇതിന് ശേഷം പിന്നെ എനിക്ക് അതരം തുറക്കാൻ പറ്റി. 2-ാമത്തെ ധ്യാനവും 3-ാമത്തെ ധ്യാനവും ഒക്കെ എനിക്കൊരു കാര്യം മനസ്സിലായി. ഞാൻ ചുറ്റുമുള്ളവരെ നോക്കത്തില്ല, ഇടതും വലതും നിൽക്കുന്നവരെ നോക്കത്തില്ല. ഞാൻ അതരം തുറന്ന് കണ്ണുകളെ അടച്ച് കൈകളെ അടിച്ച് ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി, ദൈവത്തെ മഹത്വപ്പെടുത്താൻ തുടങ്ങി. എനിക്കൊരു കാര്യം ബോധ്യമുണ്ട്. അന്നു മുതൽ ഇന്ന് വരെ എനിക്കൊരു കാര്യം ഉറപ്പുണ്ട്. എൻ്റെ കർത്താവായ യേശു ക്രിസ്തു എൻ്റെ സകല കാര്യത്തിനും മതിയായവനാണ്. അവനെ സ്തുതിക്കുന്നവൻ, അവനെ മഹത്വപ്പെടുത്തുന്നവൻ ഒരു കുറവും ഉണ്ടാകത്തില്ല. അവൻ്റെ സകല കാര്യങ്ങളും ദൈവം നടത്തും. ഹല്ലേലൂയ. മത്തായി സുവിശേഷം അതിൻ്റെ 2-ാം അധ്യായം 11-ാം വാക്യം നമ്മളൊന്ന് വായിക്കുക. അവർ ഭവനത്തിൽ പ്രവേശിച്ച് ശിശുവിനെ അമ്മയായ മറിയത്തോടുകൂടി കാണുകയും അവനെ കുമ്പിട്ട് ആരാധിക്കുകയും ചെയ്തു. നിക്ഷേപ പാത്രങ്ങളിൽ തുറന്ന് പൊന്നും കുന്തിരിക്കവും മീറയും കാഴ്ചയർപ്പിച്ചു. ദൈവവചനത്തിൽ നമ്മൾ കാണുന്ന ഈ മത്തായി സുവിശേഷത്തിൽ യേശുവിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട് അനേക കാര്യങ്ങൾ നമ്മളവിടെ വായിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ആ ജ്ഞാനികളുടെ സന്ദർശനം എന്നൊരു അധ്യായം, 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം മുതൽ ജ്ഞാനികളുടെ സന്ദർശനം നമ്മൾ മറ്റൊരു ക്ലാസ്സിൽ ചിന്തിച്ചൊരു വിഷയമാണിത്. കാരണം ജ്ഞാനികൾ ഹെറോദോസിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു, ഇതാ യഹൂദരുടെ രാജാവായി പിറന്നവന് ഞങ്ങൾ ആരാധിക്കാൻ വന്നതാ, അവനൊന്ന് കാണാൻ വന്നതാ. അതോടുകൂടി അവിടെ ഉണ്ടായിരുന്ന രാജാവിന് ഒരു ഇളക്കം തട്ടി. എടാ, ഞാനല്ലേ ഇവിടുത്തെ രാജാവ്, ഞാൻ രാജാവായിരിക്കുമ്പോൾ മറ്റൊരുവൻ രാജാവായിട്ട് ജനിച്ചിരിക്കുന്നു. ഇത് വന്ന് പറയുന്നത് അവിടെ ഉണ്ടായിരുന്ന കിഴക്ക് നിന്നും വന്ന ജ്ഞാനികളാണ് വന്ന് പറയുന്നത്. പുള്ളി നോക്കിയപ്പോൾ കിഴക്കുന്നുള്ള ജ്ഞാനികളെ വിശ്വസിക്കണോ അതേ ഇവിടെയുള്ള യഹൂദരായ വിജ്ഞാനികളെ വിശ്വസിക്കണോ? പുള്ളി അപ്പോൾ തന്നെ അവിടെയുള്ള ജ്ഞാനികളെ അവരുടെ പുരോഹിതന്മാരെയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് ചോദിച്ചു, രാജാവ് എവിടെയാണ് ജനിക്കുന്നത്? യഹൂദരുടെ രാജാവ് എവിടെയാണ് ജനിക്കുന്നത്? അപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞു, ബത്ലഹേമിലാണ് ജനിക്കുന്നത് എന്ന് പറഞ്ഞു. ഇത് മലാക്കി പ്രവാചകന്റെ പുസ്തകത്തിൽ പ്രവചനമായിട്ട് കിടക്കുന്നുണ്ട്. ബത്ലഹേമിൽ തന്നെയാണ് ജനിക്കുന്നത്. അവനാകട്ടെ അനാദി മുതലേ ഉള്ളവനാണ്, അവൻ അഭിഷിക്തനും ദൈവവുമാണെന്നുള്ള കാര്യം അവിടെ പഴയ നിയമത്തിൻ്റെ അതേ വചനം വെച്ച് പുതിയ നിയമത്തെ വളരെ സീരിയസ് ആയി പഠിക്കുന്ന ജ്ഞാനികൾ വ്യക്തമായി ആർക്ക് പറഞ്ഞു കൊടുത്തു? ഹെറോദസിന് പറഞ്ഞു കൊടുത്തു. ഹെറോദസ് വളരെ വിദഗ്ധമായി അവരെ പറഞ്ഞു വിട്ടു, നിങ്ങൾ പോയിട്ട് ആ നിങ്ങൾ പോയി നിങ്ങളുടെ ക്രിസ്തുവിനെ അല്ലെങ്കിൽ നിങ്ങളുടെ രാജാവിനെ കണ്ട് അവനെ കുമ്പിട്ട് ആരാധിച്ചിട്ട് തിരിച്ചു വരിക. അതിനുശേഷം എന്ത് ചെയ്യുക? എനിക്ക് ആ രാജാവിനെ കാണിച്ചു തരിക. എന്തിനു വേണ്ടിയിട്ടാണ്? ഞാനും പോയിട്ട് ഒന്ന് കുമ്പിട്ട് അവനെ ഒന്ന് ആരാധിക്കാൻ വേണ്ടി നിങ്ങൾ അവനെ എനിക്കൊന്ന് കാണിച്ചു തരിക എന്ന് പറഞ്ഞു അയച്ചു. പക്ഷേ ജ്ഞാനികൾക്ക് പിന്നീട് സ്വപ്നത്തിൽ വെളിപ്പാടുണ്ടായിരുന്നു. അവർ മറ്റൊരു വഴിയെ തിരിച്ചുപോയി. ഇതൊക്കെ നമുക്ക് പരിചയമുള്ള വിഷയമാണ്. നിങ്ങൾ ശ്രദ്ധിച്ച വിശുദ്ധ ബൈബിൾ വളരെ സീരിയസ് ആയി പഠിക്കുന്നവരാരാണ്? നമ്മളാണോ? ആരാണ് സീരിയസ് ആയിട്ട് പഠിക്കുന്നത്? ഇപ്പം ഇന്ന് കേരളത്തിൽ മലയാളികളുടെ ഇടയിൽ വിശുദ്ധ ബൈബിളിനെ വളരെ സീരിയസ് ആയിട്ട് പഠിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ ഉത്തരം പറയാൻ പറ്റും നിങ്ങൾക്ക് ആരായിരിക്കും? അച്ഛന്മാരാണോ? പെന്തക്കോസ്തക്കാരാണോ? പാസ്റ്റർമാരാണോ? അച്ഛന്മാരല്ല, എന്തായാലും ആര് വേണമെങ്കിലും ആയിക്കോട്ടെ, എന്നാൽ അച്ഛന്മാരല്ല. അതാണ് പ്രബോധൻ്റെ ഉത്തരം. ഓക്കെ, ആരെങ്കിലും ആരായിരിക്കും? എന്തായാലും ബൈബിൾ കോളേജിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് ആയിരിക്കും. അവരെ പാസ്റ്റർ എന്ന് വിളിക്കാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ തിയോളജിക്കൽ സ്റ്റുഡൻസ് എന്ന് വിളിക്കാം. ഇനി PhD ഒക്കെയുള്ള ഇത്തരം പുരോഹിതരുമുണ്ട്, ഇല്ലയെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. നല്ല അറിവുള്ള, നല്ല ബൈബിളിനെ കുറിച്ച് നല്ല ജ്ഞാനമുള്ള പുരോഹിതരുമുണ്ട്. എന്നാൽ സാധാരണ പുരോഹിതരുടെ കാര്യത്തിലായിരിക്കും പ്രമോദ് അങ്ങനെ ഒരു ഉത്തരം പറഞ്ഞത്. എന്തും ആകട്ടെ, അനുഭവമായിരിക്കാം, എന്ത് തന്നെ ആകട്ടെ. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. ഇത്രയും വിജ്ഞാനത്തോടെ ഇതിനെ വളരെ സീരിയസ് ആയി അന്ന് പഠിച്ചുകൊണ്ടിരുന്നവരാണ് അവിടെ നിയമജ്ഞർ എന്ന് പറയുന്ന ആളുകൾ. കാരണം ആ നിയമത്തിൻ്റെ വള്ളിപുള്ളി തെറ്റാതെ എങ്ങനെ അത് പാലിക്കാം. അതുപോലെ തന്നെ ഫരിസേയർ വളരെ കൃത്യതയോടുകൂടി അത് പാലിക്കേണ്ടത് എങ്ങനെയെന്ന് ചിന്തിച്ചിരുന്ന ആളുകൾ. അതുപോലെ തന്നെ പുരോഹിതർ. ഈ 3 കൂട്ടരായിട്ടുള്ള ആളുകളും, പുരോഹിതരും ഫരിസേയരും നിയമജ്ഞരും, വളരെ സീരിയസ് ആയി ദൈവവചനത്തെ, പഴയ നിയമത്തിൻ്റെ പ്രവചനങ്ങളെ, പെൻഡാറ്റൂക്ക് എന്നറിയപ്പെടുന്ന മോശയുടെ 5 പുസ്തകങ്ങളെ, പ്രവാചകന്മാരുടെ പുസ്തകങ്ങളെ, ഇനി സങ്കീർത്തനങ്ങൾ പോലെയുള്ള ഇതെല്ലാം വളരെ ആഴത്തിൽ പഠിക്കുകയും വരാനിരിക്കുന്ന മിശിഹായ രക്ഷകനെ മനസ്സിലാക്കുകയും ചെയ്തവരാണ് ഈ പറയുന്ന
നിയമജ്ഞരും ഫരിസേയരും. അതുകൊണ്ടാണ് അവിടെ ഉണ്ടായിരുന്ന ഹെറോദേസ് അവരെ വിളിച്ചു വരുത്തി ഇത് എങ്ങനെയെന്ന് ഒരു ചോദ്യം ചോദിക്കുന്നത്. പക്ഷെ അവർക്കൊന്നും വെളിപ്പെടാത്തത് സാധാരണക്കാരനായ വ്യക്തികൾക്ക് വെളിപ്പെട്ടു. അവർക്കൊന്നും ദൈവം വെളിപ്പെടുത്താത്തത് ലോകത്തിൻ്റെ മക്കൾക്ക് അല്ലെങ്കിൽ ലോകത്തിൻ്റെ അറിവുള്ളവർക്ക് വെളിപ്പെട്ടു. അതല്ലേ, കിഴക്ക് നിന്ന് വന്ന ജ്ഞാനികൾക്ക് പല കാര്യങ്ങളും വെളിപ്പെട്ടു. ദൈവത്തിൻ്റെ വചനം അരച്ച് കലക്കി കുടിക്കുന്ന വിജ്ഞാനികളെന്ന് സ്വയം അഭിമാനിക്കുന്ന അവർക്കത് വെളിപ്പെട്ടില്ല. അവർക്ക് രാജാവ് ജനിച്ചതും അറിയത്തില്ല, ആ രാജാവിനെ ആരാണെന്ന് പോലും അവർക്ക് ബോധ്യമില്ല. എന്നാൽ മത്തായി സുവിശേഷം നമ്മളിപ്പോൾ വായിച്ച 2:11 പറയുകയാണ്, ഈ ജ്ഞാനികൾ, കിഴക്ക് നിന്ന് വന്ന ഈ ജ്ഞാനികൾ എന്ത് ചെയ്തു? അവർ ഭവനത്തിൽ പ്രവേശിച്ച് ശിശുവിൻ്റെ അമ്മയായ മറിയത്തോടു കൂടെ കാണുകയും അവനെ കുമ്പിട്ട് ആരാധിക്കുകയും ചെയ്തു. ദൈവവചനത്തിൽ പഴയ നിയമത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ കർത്താവായ ദൈവത്തെ അല്ലാതെ നിങ്ങൾ കുമ്പിടരുത്, ആരാധിക്കരുത്. ഒരു വിഗ്രഹത്തിൻ്റെ മുൻപിൽ നിങ്ങൾ കുമ്പിടരുത്, അവയെ വണങ്ങുകയോ ആരാധിക്കുകയോ ചെയ്യരുത്. മറ്റ് ദേവന്മാരുടെ മുമ്പിൽ നിങ്ങൾ കുമ്പിടരുത്, അവയെ വണങ്ങുകയോ ആരാധിക്കുകയോ ചെയ്യരുത്. ബാലിൻ്റെ മുമ്പിൽ നിങ്ങൾ കുമ്പിടരുത്, അവയെ ആരാധിക്കരുത്. ലോകത്തുള്ള മറ്റൊന്നിൻ്റെയും, ഒരു മനുഷ്യൻ്റെയും ഒരു രൂപത്തിൻ്റെയും ഒന്നിൻ്റെയും മുൻപിൽ കുമ്പിടരുത് എന്ന് വ്യക്തമായി കൽപ്പനയുള്ളപ്പോൾ ഇവിടെ ജ്ഞാനികളായിട്ടുള്ള കുറച്ച് ആളുകൾ വന്നിട്ട് ഒരു ശിശു ജനിച്ച് വളരെ നിസ്സാര ദിവസങ്ങളായി കിടക്കുന്ന ഒരു സാധാ ശിശു, അല്ലേ, ഒരു നോർമൽ പേഴ്സൺ, ഒരു സാധാ കുഞ്ഞിനെ അതിനെ കുമ്പിട്ട് ആരാധിച്ചു. മാത്രമല്ല അടുത്ത ആ വാക്യത്തിൻ്റെ അവസാനം കൂടി നമ്മൾ വായിക്കുമ്പോൾ, അവർ നിക്ഷേപ പാത്രങ്ങൾ തുറന്ന് പൊന്നും കുന്തിരിക്കവും മീറയും കാഴ്ചവെച്ചു. എന്തൊക്കെയാണ് കാഴ്ചവെച്ചത്? പൊന്ന്, കുന്തിരിക്കം, മീറ. ഷർട്ടിന് പോക്കറ്റില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. ഞാൻ നല്ലൊരു വ്യക്തിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എനിക്കും തരാം പൊന്ന്, കുന്തിരിക്കം, മീറ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. പൊന്നാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, സ്വർണ്ണങ്ങൾ ഊരിയിടാം. ബക്കറ്റൊന്നും ഞങ്ങൾ വെച്ചിട്ടില്ല, എങ്കിലും നമുക്ക് വേണമെങ്കിൽ അത്യാവശ്യമാണെങ്കിൽ ഒരു ബക്കറ്റൊക്കെ വയ്ക്കാം. നമ്മളൊരു നല്ല പ്രമോഷൻ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അമ്മച്ചിമാർ വളയൊക്കെ ഊരി, പെന്തക്കോസ്തിൽ അങ്ങനെ പ്രൊമോട്ട് ചെയ്തിട്ടും കാര്യമില്ല, ഐറ്റുകൾക്ക് വളയില്ല, സ്വർണ്ണം ഇല്ലാത്തവരാ. പക്ഷെ നമ്മുടെ ഇടയിൽ അങ്ങനെ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ, അല്ലേ, ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ എടപ്പള്ളി പള്ളിയിൽ അതിൻ്റെ ആ വീഡിയോ ചെയ്യാനായിട്ട് പോയി കഴിഞ്ഞപ്പം അവിടുത്തെ കപ്പിയാരോട്, കൈക്കാരനോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ കൈക്കാരൻ പറഞ്ഞൊരു ഡയലോഗ്, എൻ്റെ പൊന്നെ, പുണ്യാളന് ഒറിജിനൽ സ്വർണ്ണമാണ്. എത്ര പവൻ സ്വർണ്ണമാണ് പറഞ്ഞേ? 20 പവനോ? 20 കിലോ സ്വർണ്ണോ? എൻ്റെ പൊന്നെ, അത്രയും സ്വർണ്ണം. അതായത് പുണ്യാളൻ സർവാഭരണ ഭൂഷാദിയായിട്ട് ഇതിങ്ങനെ നിൽക്കുക. പുണ്യാളൻ മൊത്തം സ്വർണ്ണമാണ് പുണ്യാളൻ്റെ മേത്ത്. കാരണം എന്താ? വിശ്വാസികൾ കൊണ്ടുവന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് കൊടുത്തേക്കുന്ന സ്വർണ്ണമാണ്. നമുക്കും കിട്ടിയാൽ പുളിക്കൊന്നുമില്ല. ഞാൻ പറഞ്ഞ പോക്കറ്റില്ലെങ്കിലും പാൻറ്റിന് പോക്കറ്റ് ഉണ്ട്, ബനിയനോ അല്ല ഷർട്ടിന് പോക്കറ്റ് ഇല്ലാത്തുള്ളൂ. അപ്പോൾ ആവശ്യക്കാർ കഴിഞ്ഞ് കഴിയുമ്പോൾ എന്നെ പേഴ്സണലായിട്ട് കണ്ടാൽ മതി, കുഴപ്പമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന. ഇവിടെ ഒരു ശിശുവിന് കൊണ്ടുവന്ന് പൊന്ന് കൊടുത്തു, മീറ കൊടുത്തു, അല്ലേ? എന്താണ് പൊന്ന്? എന്തിനാണ് പൊന്ന്? എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? എന്തിനെയാണ് പൊന്നിനെ കൊടുത്തുകൊണ്ട് സൂചിപ്പിക്കുന്നത്? സാധാരണഗതിയിൽ അന്നത്തെ കാലത്ത് ഒരു രാജാവിനെ കാണാൻ ചെല്ലുമ്പോൾ കൈ വീശി ചെല്ലാറില്ല. എന്തെങ്കിലും അവൻ കയ്യിൽ കരുതുക സാധാരണയാണ്. കാരണം രാജാവിന് കൊടുക്കാൻ, അവൻ രാജാവാണ് എന്ന അംഗീകാരം കൊടുത്തുകൊണ്ട് അവന് കൊടുക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് പൊന്ന്. രണ്ടാമത് കുന്തിരിക്കം. ആരാണ് കുന്തിരിക്കം സാധാരണ ഉപയോഗിക്കുന്നത്? നമ്മളിപ്പോൾ പള്ളിയിലൊക്കെ കുന്തിരിക്കം വെച്ച് പുകച്ച് മറ്റേ വിഗ്രഹത്തെ ഇങ്ങനെ ആട്ടി പൂജിക്കുന്ന പരിപാടി നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ? പുരോഹിതരാണ് സാധാരണ കുന്തിരിക്കം. കാരണം ദൈവസന്നിധിയിലേക്ക് ഈ പുകയിലൂടെ തന്നെ നമ്മുടെ ആരാധനകളെ, യാചനകളെ, പ്രാർത്ഥനകളെ ദൈവസന്നിധിയിലേക്ക് എത്തിക്കുക എന്ന ആശയം വെച്ചിട്ട് പഴയ നിയമത്തിൽ നമുക്ക് കാണാൻ പറ്റും പുരോഹിതർ കുന്തിരിക്കം ഉപയോഗിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. 3, മീറ. എന്തിനാണ് മീറ സാധാരണ ഉപയോഗിച്ചിരുന്നതെന്ന് നമ്മൾ പരിശോധിച്ചാൽ, ഒരു പ്രവാചകനെ അഭിഷേകം ചെയ്യുവാൻ ഒരു കുഴലിൽ മീറയും മറ്റ് സുഗന്ധദ്രവ്യങ്ങളും എല്ലാം ചേർത്ത് അവനെ അഭിഷേകം ചെയ്യുന്ന ഒരു പ്രവൃത്തി. ഇവിടെ സാധാരണക്കാരായ കിഴക്ക് നിന്ന് വന്ന ചില ആളുകൾ വന്ന് ഒരു ശിശുവിനെ കണ്ടുകൊണ്ട് ആ ശിശുവിനെ എന്ത് ചെയ്യാണ്? ആ ശിശുവിനെ പൊന്നു കൊടുക്കുന്നു, ഇവൻ രാജാവാണെന്ന് അംഗീകരിക്കുന്നു. കുന്തിരിക്കം കൊടുക്കുന്നു, ഇവൻ പുരോഹിതനാണെന്ന് അംഗീകരിക്കുന്നു. മീറ കൊടുക്കുന്നു, ഇവൻ പ്രവാചകനാണെന്ന് അംഗീകരിക്കുന്നു. പുതിയ നിയമത്തിലൊരു വചനം വ്യക്തമായിട്ട് പറയുന്നുണ്ട്, പ്രവാചകനായി അംഗീകരിക്കുന്നവന് പ്രവാചകന്റെ പ്രതിഫലം കിട്ടും. അവൻ രാജാവാണെന്ന് നീ അംഗീകരിച്ച് അവനെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്താൽ അവൻ്റെ രാജ്യത്വത്തിൽ നിനക്കൊരു അവകാശം ലഭിക്കും. അവൻ്റെ പ്രവചനത്തിൽ നിനക്ക് കൂടെ പങ്കാളിയാകാൻ പറ്റും. കാരണം രക്ഷ ക്രിസ്തുവായ കർത്താവായ യേശു ക്രിസ്തുവിലാണ്
ഏകരക്ഷകനായ യേശുവിലാണ് നീ വിശ്വസിക്കേണ്ടതെന്ന് ദൈവവചനം പറയുന്നു. വചനം പറയുകയാണ്, ജ്ഞാനികൾക്കത് വെളിപ്പെട്ടില്ല, പക്ഷേ ശിശുവായ സാധാരണക്കാരായ ആർക്ക് വെളിപ്പെട്ടു? ബൈബിളിനെ അരച്ച് കലക്കി കുടിക്കുന്നവർക്ക് അത് വെളിപ്പെട്ടില്ല. അതിൻ്റെ മുക്കും മൂലയും വായിച്ചു നോക്കി അതിനെ മനസ്സിലാക്കി അതിനെ അതുപോലെ അനുസരിക്കാൻ ശ്രമിക്കുന്നവർക്ക് അത് മനസ്സിലായില്ല. പക്ഷേ ദൈവം സാധാരണക്കാരായ ജനങ്ങൾക്കത് വെളിപ്പെടുത്തി. യഹൂദർക്ക് മനസ്സിലായോ? ഫരിസേയർക്ക് മനസ്സിലായോ? നിയമജ്ഞർക്ക് മനസ്സിലായോ? ഇവർക്കൊന്നും മനസ്സിലായില്ലെങ്കിലും ആർക്ക് മനസ്സിലായി? പാവപ്പെട്ട ദൈവത്തെ അറിയാത്ത അവർക്കത് കൃത്യമായിട്ട് മനസ്സിലായി. ദൈവവചനത്തിൽ യേശു രാജാവാണെന്ന് വളരെ വ്യക്തമായി ബൈബിളിൽ പറഞ്ഞിരിക്കുക. കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, യേശു രാജാവാണ്? ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും യേശു രാജാവാണ്. അല്ല, യേശു രണ്ടാം വരവിലാണ് രാജാവാകുന്നത്, ഒന്നാം വരവിൽ യേശു രാജാവല്ല. ഞാൻ പറഞ്ഞു, പൊന്നു ചേട്ടാ, ഒന്നാം വരവിൽ രാജാവാണെന്ന് വിശുദ്ധ ബൈബിൾ എത്രയോ വാക്യങ്ങൾ കൃത്യമായി പറഞ്ഞിരിക്കുന്നു. ഇത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ നിങ്ങളുടെ കണ്ണ് ഇപ്പോഴും അന്ധമാണ്. നേരത്തെ വചനത്തിൽ പറഞ്ഞതുപോലെ ജ്ഞാനികൾക്കത് വെളിപ്പെട്ടിട്ടില്ല, പക്ഷേ ശിശുക്കൾക്ക് അത് വെളിപ്പെട്ടു. എംബർമാനുവിൽ ഒരു ചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞ്, ഞങ്ങളുടെ രണ്ടാമത് വന്ന ഇപ്പോൾ ജനിച്ചിരിക്കുന്ന ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന എത്ര വയസ്സോ, 30 വയസ്സോ 28 വയസ്സോ കമ്പ്യൂട്ടറൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങോരാണ് രാജാവ്. നിങ്ങളുടെ ക്രിസ്തു, ഒന്നാമത് വന്ന കർത്താവായ യേശു ക്രിസ്തു രാജാവല്ല എന്ന് പറഞ്ഞു. മത്തായി സുവിശേഷം 27-ാം അധ്യായം 27 മുതൽ നമ്മളൊന്ന് വായിക്കുക. മത്തായി സുവിശേഷം 27-ാം അധ്യായം 27 മുതൽ. അനന്തരം ദേശാധിപതിയുടെ പടയാളികൾ യേശുവിനെ പ്രത്തുറത്തിലേക്ക് കൊണ്ടുപോയി സൈന്യ വിഭാഗത്തെ മുഴുവൻ അവനെതിരെ അണിനിരത്തി. അവർ അവന്റെ വസ്ത്രം ഉരിഞ്ഞുമാറ്റി ഒരു ചെമന്ന പുറങ്കുപ്പായം അണിയിച്ചു. ലോകത്തിലെ രാജാക്കന്മാർ ഉപയോഗിക്കുന്ന മോടി അണിഞ്ഞ വസ്ത്രങ്ങളൊന്നും യേശു തൻ്റെ പരസ്യ ജീവിതത്തിൽ അണിഞ്ഞിരുന്നില്ല. വളരെ ചരിത്രം പറയുന്നത്, മാതാവ് നെയ്ത് കൊടുക്കുന്ന ഒറ്റ ഇതിൽ നെയ്തെടുത്ത വസ്ത്രങ്ങളായിരുന്നു സാധാരണ യേശു ഉപയോഗിച്ചിരുന്നത്. എല്ലാ വർഷവും ഓരോ വസ്ത്രം ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു എന്നൊക്കെയാണ് ചരിത്രങ്ങൾ പറയുന്നത്. മാതാവ് തൻ്റെ കൈകൊണ്ട് മെനഞ്ഞ നെയ്തെടുത്ത ഒരു തുന്നലില്ലാത്ത, അതായത് തുന്നലില്ലാത്തതെന്ന് വെച്ചാൽ അന്ന് വസ്ത്രങ്ങൾ ചെയ്തിരുന്നത് ഇന്നിപ്പോൾ നമ്മുടെ ഷർട്ട് പോലെ പല പീസുകളായി വെട്ടി അതിനെ തയ്ച്ച് സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരുന്ന രീതിയാണ്. എന്നാൽ ഇതൊന്നും ഇല്ലാതെ ഒറ്റ ഇതിൽ, അത് തന്നെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, അവൻ്റെ വസ്ത്രം തുന്നലില്ലാതെ നെയ്തിരുന്നതിനാൽ അത് കീറി അവർ ഭാഗിച്ചില്ല, പകരം അതിനുവേണ്ടി അവർ ചിട്ടിയിട്ടു, അവർ നറുക്കിട്ടു. അത് വചനത്തിൽ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. യേശുവിൻ്റെ വസ്ത്രധാരണം അങ്ങനെ ആയിരുന്നു എന്നുള്ളതാണ് പൊതുവെ ചരിത്രം പറയുന്നത്. നിങ്ങൾ നോക്കുക, ഇവിടെ യേശുവിൻ്റെ വസ്ത്രം ഉരിഞ്ഞു മാറ്റി അവനെ മറ്റൊരു വസ്ത്രം ധരിപ്പിച്ചു. 28-ാം വാക്യം, അവർ അവൻ്റെ വസ്ത്രം ഉരിഞ്ഞു മാറ്റി ഒരു ചെമന്ന പുറങ്കുപ്പായം അണിയിച്ചു, ഒരു മുൾക്കിരീടം മെടഞ്ഞ് അവൻ്റെ ശിരസിൽ വെച്ചു, വലത് കൈയിൽ ഒരു ഞാങ്ങണയും കൊടുത്തു. അവൻ്റെ മുൻപിൽ മുട്ടുകുത്തിക്കൊണ്ട്, യഹൂദരുടെ രാജാവേ സ്വസ്തി എന്ന് പറഞ്ഞ് അവർ അവനെ പരിഹസിച്ചു. നിങ്ങൾ ശ്രദ്ധിക്കുക, സർവശക്തനായ ദൈവത്തിൻ്റെ സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി അവൻ പരിഗണിക്കാതെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് ഈ ഭൂമിയിലേക്ക് വന്ന് ഒരു ശിശുവായി ജനിച്ച് 33.5 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിച്ച കർത്താവായ യേശു ക്രിസ്തുവിനെ അവർ ചെയ്യുന്ന പ്രവൃത്തി, അവൻ്റെ അഭിഷേകം കഴിഞ്ഞപ്പോൾ അല്ലേ, ഒരു യുവതി വന്ന്, ഒരു പാപിനിയായ സ്ത്രീ വന്ന് അവന് അഭിഷേക തൈലം അവൻ്റെ ശിരസിലൊഴിച്ച് അവനെ അഭിഷേകം ചെയ്തതിന് ശേഷം പിന്നീട് നിങ്ങൾ ദൈവവചനത്തിൽ വായിച്ചു നോക്കിയാൽ നിങ്ങൾക്കൊരു കീ പോയിന്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ദേവാലയത്തിലേക്ക് അവൻ പ്രവേശിക്കുന്ന നിമിഷത്തിന് മുൻപാണ് അവൻ അഭിഷേകം ചെയ്യുന്നത് അല്ലേ, ആ സ്ത്രീ വന്ന് അഭിഷേകം ചെയ്യുന്നത്. അതിനുശേഷം പിന്നീട് നിങ്ങൾ സുവിശേഷത്തിൽ 4 സുവിശേഷത്തിൽ എവിടെ വായിച്ചാലും യേശുവിനെ ജനം അഭിസംബോധന ചെയ്യുന്നത് രാജാവെന്നാണ്, പുരോഹിതൻ അഭിസംബോധന ചെയ്യുന്നത് രാജാവെന്നാണ്. പീലാത്തോസ് ആകട്ടെ, സഹസ്രാധിപന്മാരിൽ ആരുമാകട്ടെ, അവനെ അഭിസംബോധന ചെയ്യുന്നത് രാജാവെന്നാണ്. സൈന്യം പോലും അവനെ അഭിസംബോധന ചെയ്യുന്നത് രാജാവെന്നാണ്. കാൽവരിയിൽ ക്രൂശിതനായി കിടക്കുമ്പോൾ ജനം അവനെ പരിഹസിച്ച് അവഹേളിച്ച് പറയുന്നത്, നീ ഇസ്രായേലിൻ്റെ രാജാവാണല്ലോ, നീ ഇറങ്ങി വന്ന് ഞങ്ങളെ രക്ഷിക്കുക എന്ന് രാജാവെന്നാണ് അവനെ അഭിസംബോധന ചെയ്യുന്നത്. ലോകം മുഴുവൻ അവനെ വിളിച്ചു രാജാവെന്ന്. അംഗീകരിച്ചുകൊണ്ടല്ല, അവനെ കളിയാക്കിക്കൊണ്ടാണ്, അവനെ പരിഹസിച്ചുകൊണ്ടാണ് വിളിക്കുന്നത് രാജാവെന്ന്. പക്ഷേ ആ വിളിപ്പിച്ചത് സ്വർഗമാണ്, മറ്റാരുമല്ല അവനെ വിളിപ്പിച്ചത് സ്വർഗമാണ്. കാരണം അറിഞ്ഞിട്ടോ അറിയാതെയോ നീ അവനെ ഇനി വിളിക്കാൻ ഏക നാമമേ ഉള്ളൂ, യേശു സർവശക്തനായ ദൈവം, അവനാണ് യഹൂദരുടെ രാജാവ്. അതിൽ യാതൊരുവിധ മാറ്റവുമില്ല. ഇവിടെ ഒരു ജ്ഞാനികൾ വന്ന് അവനെ രാജാവായി പരിഗണിച്ച് അവനെ പൊന്നു കൊടുത്തു. പിന്നീട് ഇങ്ങോട്ട് കാലങ്ങൾ കടന്നു പോന്നു. 33 വർഷം കഴിഞ്ഞപ്പോൾ 33 വർഷം കഴിഞ്ഞപ്പോൾ ഇവിടെ വന്ന്
ഇതേ ചുറ്റുപാടുമുള്ള വ്യക്തികൾ അവനെ കളിയാക്കിയിട്ട് അവനെ രാജാവെന്ന് വിളിച്ചു. ചുമന്ന വസ്ത്രം കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താണ് അവൻ്റെ ചുമന്ന വസ്ത്രം? സാധാരണഗതിയിൽ രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന വസ്ത്രത്തിൻ്റെ കളറായിരുന്നു ചുമപ്പ്. പ്രത്യേകിച്ച് റോമൻ രാജാക്കന്മാരാകട്ടെ മറ്റ് രാജാക്കന്മാരെല്ലാം അക്കാലത്തുണ്ടായിരുന്ന സകല രാജാക്കന്മാരും ഉപയോഗിച്ചിരുന്ന മഹത്വത്തിൻ്റെ കളറായി അവർ ഉപയോഗിച്ചിരുന്ന ഒരു വസ്ത്രത്തിൻ്റെ രീതിയാണ് ചുമപ്പ് കളർ. അധികാരത്തിൻ്റെ ഈ ഒരു വസ്ത്രം തന്നെ ഒരു ചുമന്ന പുറങ്കുപ്പായം അവനെ അണിയിച്ചു. വെളിപാട് പുസ്തകം 19-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഒരു ചുമന്ന കുപ്പായം അണിഞ്ഞ് രാജാതിരാജനായി കർത്താതികർത്തനായി അവൻ കുതിരപ്പുറത്ത് അധികാരദണ്ഡുമായി വരുന്ന ഒരു കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മൾ വെളിപാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അതേ കർത്താവിനെ ഇതാ അവിടെ ഉണ്ടായിരുന്ന പടയാളികൾ അവനെ ചുമന്ന പുറങ്കുപ്പായം അണിയിച്ചു. പിന്നീട് എന്താണ് കൊടുത്തത്? ഒരു കിരീടം കൊടുത്തു അല്ലേ? വളരെ മനോഹരമായൊരു കിരീടം. എന്താ കിരീടം? മുൾക്കിരീടം. നമ്മളുടെ കഷ്ടതകൾ, നമ്മുടെ പാപങ്ങൾ, നമ്മുടെ തിന്മകൾ ഏറ്റെടുക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിന് അവരൊരു മുൾക്കിരീടം കൊടുത്ത് അവനെ ബഹുമാനിച്ചു. ഒരു ഞാങ്ങണയും കൊടുത്തു. ഞാങ്ങണ എന്നറിയപ്പെടുന്നത് ശരിക്കും പറഞ്ഞാൽ ഒട്ടും ബലമില്ലാത്ത ഒരു വസ്തുവാണ്, ഒരു സാധാരണ വടിയാണ്. പ്രത്യേകിച്ച് ഈജിപ്തിലൊക്കെ ഉണ്ടായിരുന്ന ഞാങ്ങണയെക്കുറിച്ച് നമ്മൾ കേട്ട് കഴിഞ്ഞാൽ നെയ്യാനൊക്കെ ഉപയോഗിച്ചിരുന്നതായിട്ട് പറയപ്പെടുന്നുണ്ട്. ഈ ഞാങ്ങണ കൊടുത്തു. സാധാരണ അവിടെ ഉണ്ടായിരുന്ന രാജാക്കന്മാർ അവരുടെ അധികാര വസ്ത്രം, ഇന്ന് നമ്മുടെ പിതാക്കന്മാരുടെ കയ്യിലൊക്കെ ഒരു വടി ഇരിക്കണ്ടല്ലേ, അംശവടി അല്ലേ? എനിക്ക് ആകെ ഒരു കാര്യം മാത്രം മനസ്സിലായിട്ടില്ല. ഈ വടിയുടെ ഇപ്പുറത്ത് 2 പാമ്പ് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, ഒരു കുരിശ് നടുക്കുമുണ്ട്, 2 പാമ്പും ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. എന്തുമാവട്ടെ, ഇനി നമ്മൾ വിമർശകനാണെന്നുള്ളൊരു ആവശ്യമില്ലാത്തൊരു ചീത്തപ്പേര് നമുക്ക് കൂടുതലാണ്. ഇനിയിപ്പോൾ കൂടുതൽ പറഞ്ഞ് ഞാനത് ചീത്തയാക്കത്തില്ല, ഉള്ള ചീത്തപ്പേര് അവിടെ ഇരുന്നോട്ടെ. എന്തായാലും ഈ ഒരു അധികാരത്തിൻ്റെ ഒരു ഞാങ്ങണയെ അവനെ പിടിപ്പിച്ചുകൊണ്ട് അവരെല്ലാം അവനെ കുമ്പിട്ട് അങ്ങനെയല്ലേ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്? അതുകൊണ്ട് വായിച്ചോ മോനെ. 29-ാം വാക്യം. ഒരു മുൾക്കിരീടം മെടഞ്ഞ് അവന്റെ ശിരസിൽ വെച്ചു, വലതു കൈയിൽ ഒരു ഞാങ്ങണയും കൊടുത്തു. അവന്റെ മുൻപിൽ മുട്ടുകുത്തിക്കൊണ്ട് യഹൂദരുടെ രാജാവേ സ്വസ്തി എന്ന് പറഞ്ഞുകൊണ്ട് അവർ അവനെ പരിഹസിച്ചു. അതായത് പഴയ നിയമത്തിൽ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചോ, ഒരുവന്റെ മുൻപിൽ മുട്ടുകുത്തുന്നുണ്ടെങ്കിൽ അവൻ രാജാവായിരിക്കണം, അവൻ ദൈവമായിരിക്കണം. ഒരുവന്റെ മുമ്പിൽ കുമ്പിടുന്നുണ്ടെങ്കിൽ അവനെ ദൈവമായി അംഗീകരിച്ചുകൊണ്ടാണ് അവനെ കുമ്പിടുന്നത്. അവനെ മുട്ടുകുത്തിയിട്ടോ വണങ്ങിയോ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആരാധനയ്ക്ക് തുല്യമായിട്ടാണ് യഹൂദർ എടുത്തിരുന്നത്. യഹൂദർ ആ കാര്യത്തിൽ യാതൊരുവിധ കോംപ്രമൈസും ഇല്ല. നമ്മൾ ചരിത്രം പരിശോധിച്ചാൽ നമുക്കൊരു കാര്യം മനസ്സിലാകും. യഹൂദരുടെ ആ ജെറുസലേം ആ പട്ടണത്തിലേക്ക് ഒരു രാജാവിനെ, അല്ലെങ്കിൽ ഒരു എനിക്ക് ആ പേര് എനിക്ക് കറക്റ്റ് അറിയില്ല, പീലാത്തോസാണോ അതെയോ മറ്റേതോ ഒരു വ്യക്തി, പീലാത്തോസാണെന്ന് എനിക്ക് തോന്നുന്നു, ഒരു കൊടിക്കൂറ കൊണ്ട് വരുന്ന ഒരു സംഭവമുണ്ട് ചരിത്രത്തിൽ. നമ്മൾ ചരിത്രം ആ സമയത്ത് ചരിത്രം വായിച്ചാൽ മനസ്സിലാവും. ഈ കൊടിയിൽ സീസറിൻ്റെ ചിത്രം വെച്ചു, കൊടിയിൽ. അപ്പോൾ ജനം മുഴുവൻ ജെറുസലേം ദേവാലയത്തെ നോക്കി സാധാരണ വണങ്ങാറുണ്ട്. നമ്മൾ സോളമൻ്റെ ആ ഒരു പ്രാർത്ഥനയിൽ കാണുന്നുണ്ട്, ദേവാലയത്തെ നോക്കി കുമ്പിട്ട് ആരാധിച്ച് ആരെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അവരുടെ പ്രാർത്ഥന സ്വർഗത്തിൽ നിന്നും ദൈവം നടത്തി കൊടുക്കും. അവരെപ്പോഴും ജെറുസലേം ദേവാലയത്തിന് അഭിമുഖമായിട്ടാണ് അവരുടെ പ്രാർത്ഥനകൾ, ആരാധനകളെല്ലാം ചെയ്തിരുന്നത്. ഇവിടെ ഈ ജെറുസലേം ദേവാലയം ഇരിക്കുന്ന ഈ പട്ടണത്തിലേക്ക് ഒരു കൊടിക്കൂറ കൊണ്ടുവന്നപ്പോൾ യഹൂദൻ പറഞ്ഞു, ഇത് പറ്റത്തില്ല. കാരണം ഞങ്ങൾ നോക്കി കുമ്പിടുന്ന ആ ദേവാലയത്തിലോ അതിൻ്റെ ചുറ്റുപാടുകളിലോ ആ പട്ടണത്തിലോ ഒരു വ്യക്തിയുടെയും ചിത്രമോ ഒരു കൊടിയോ ആലേഖനം ചെയ്യാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. അതിലും ഭേദം മരിക്കുന്നതാണ് ഞങ്ങൾക്ക് നല്ലത്. എത്രയോ ദിവസങ്ങളോളം ഇവർ സമരം ചെയ്തു, അനേക യഹൂദരെ കൊന്നൊടുക്കി. പക്ഷേ അവിടെ ഒന്നും യഹൂദർ തിരിച്ചു പോയില്ല. അവർ വീണ്ടും ശക്തിയോടെ മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ ആ രാജാവ്, ആ അധികാരി പിന്നോട്ട് മാറി ഈ കൊടി മുഴുവൻ അവിടുന്ന് നീക്കം ചെയ്തതായിട്ടാണ് ചരിത്രം പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇതെല്ലാം നടത്തുന്ന ഈ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായി അറിവുള്ള ആളുകൾ പോലും യേശുവിൻ്റെ മുൻപിൽ കുമ്പിടുന്നു, അവനെ ആരാധിക്കുന്നു, അവനെ വണങ്ങുന്നു, യഹൂദരുടെ രാജാവേ എന്ന് വിളിച്ചു പറയുന്നു. പ്രധാന പുരോഹിതൻ യേശുവിനെ ചോദ്യം ചെയ്യുമ്പോഴും നീ യഹൂദരുടെ രാജാവാണോ എന്നാണ് ചോദിക്കുന്നത്. പീലാത്തോസ് ചോദിക്കുന്നു, നീ യഹൂദരുടെ രാജാവാണോ? നീ എന്തുകൊണ്ട് എൻ്റെ മുമ്പിൽ വായി തുറക്കുന്നില്ല? എല്ലാവരും അവനെ വിചാരണ ചെയ്യുമ്പോഴും അവനെ കളിയാക്കുമ്പോഴും എല്ലായിടത്തും നമ്മൾ കാണുന്ന ഇതേ കാര്യം തന്നെയാണ്. രാജാവ് എന്ന് വിളിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ ആരാധന. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം അതിന്റെ 19-ാം വാക്യം. പീലാത്തോസ് ഒരു ശീർഷകം എഴുതി കുരിശിന് മുകളിൽ വെച്ചു. അത് ഇങ്ങനെയായിരുന്നു, നസ്രായനായ യേശു യഹൂദരുടെ രാജാവ്. നസ്രായനായ യേശു യഹൂദരുടെ രാജാവ്. ഇത് ലോകം മുഴുവൻ അറിയാൻ അദ്ദേഹം 2-3 ഭാഷയിൽ എഴുതി വെച്ചു. യേശുവിനെ ക്രൂശിച്ച സ്ഥലം
ആ പട്ടണത്തിൻ്റെ നടുക്കായിരുന്നാൽ ഹെബ്രായിലും ലത്തീനിലും ഗ്രീക്കിലും 3 ഭാഷയിലും എഴുതി വെച്ചു. അതായത് ആരും ഇത് കാണാതെ പോകരുത്. ഒരൊറ്റ മനുഷ്യൻ ഇത് കാണാതെ വായിക്കാതെ മനസ്സിലാക്കാതെ പോകരുത്. എല്ലാവരുടെയും ഭാഷയിൽ കൃത്യമായിട്ട് എഴുതി വെച്ചു. ഒരുപക്ഷെ നമുക്കറിയാം, നമ്മൾ ചിലപ്പോൾ ഇംഗ്ലീഷിൽ എഴുതി കഴിഞ്ഞാൽ ചിലർക്ക് മനസ്സിലാവും, ചിലർക്ക് മനസ്സിലാകത്തില്ല. മലയാളത്തിൽ എഴുതി വെച്ചാൽ ഒരു പരിധി വരെ ഇപ്പോഴുള്ള മിക്ക ആളുകൾക്ക് മനസ്സിലാവും. ഹിന്ദിയിൽ എഴുതി വെച്ചാൽ കുറച്ചുകൂടിയും നമ്മുടെ രാഷ്ട്രഭാഷ ഹിന്ദി ആയതുകൊണ്ട് അല്ലേ, ഭായിമാർക്ക് വരെ ജോലിക്ക് വരുന്ന ഭായിമാർക്ക് വരെ മനസ്സിലാവും. ഈ പറഞ്ഞ 3 ഭാഷയിലും എഴുതി വെച്ചാൽ പൊതുവായ ഒരു സ്ഥലത്തിൻ്റെ പ്രാദേശികമായ 3 തലത്തിലും കൃത്യമായി അത് എഴുതി വെച്ചു. ലോകത്ത് ഒരുവൻ പോലും മനസ്സിലാക്കാതിരിക്കരുത് ഇവൻ രാജാവാണെന്നുള്ള സത്യം. ലോകത്ത് മുഴുവൻ പേരും അംഗീകരിക്കണം എന്നുള്ളത് കൊണ്ട് അവൻ രാജാവ് എന്ന് വ്യക്തമായി 3 ഭാഷയിലും എഴുതി വെച്ചു എന്നാണ് ദൈവവചനത്തിൽ നമ്മൾ വായിക്കുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. യേശു രാജാവാണോ നമ്മുടെ? ആണോ? യേശു നമ്മുടെ രാജാവാണെന്ന് എത്ര പേർക്ക് വിശ്വാസമുണ്ട്? എത്ര പേരത് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുണ്ട്? എൻ്റെ യേശു സർവശക്തനായ ദൈവം എൻ്റെ രാജാവാണ്, എൻ്റെ അധിപനാണ്, എൻ്റെ ദൈവമാണ് എന്ന് വിശ്വസിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കീർത്തന പുസ്തകം 2-ാം അധ്യായം ഒന്ന് വായിക്കാമോ? അതിൻ്റെ 1 മുതൽ വാക്യങ്ങൾ നമ്മളൊന്ന് പെട്ടെന്നൊന്ന് വായിച്ചു പോവുക. സങ്കീർത്തന പുസ്തകം 2-ന്റെ 1 മുതൽ. ജനതകൾ ഇളകി മറിയുന്നത് എന്തിന്? ജനതകൾ എന്തിന് വ്യർത്ഥമായി ഗൂഢാലോചന നടത്തുന്നു? കർത്താവിനും അവിടുത്തെ അഭിഷേകത്തിനുമെതിരെ ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുന്നു. ഒരു രാജാവ് അവൻ ദൈവമായിട്ട് നിക്ഷേപിച്ചു അല്ലെങ്കിൽ ദൈവമായിട്ട് നിയമിച്ച് ദൈവത്തിൻ്റെ അഭിഷിക്തനായ കർത്താവായ യേശു ക്രിസ്തു അവൻ്റെ വിജയം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ ഇതാ ഭൂമിയിലെ രാജാക്കന്മാർ മുഴുവൻ വന്ന് കുതന്ത്രം എടുക്കുക. അതാണ് അപ്പസ്തോല പ്രവൃത്തിയിൽ നമ്മൾ വ്യക്തമായിട്ട് ആ കാര്യം വായിക്കുന്നത്. 4-ാം അധ്യായം 25 മുതൽ വാക്യങ്ങൾ. അപ്പസ്തോല പ്രവൃത്തി 25 മുതൽ 4-ന്റെ 25 മുതൽ നമുക്കൊന്ന് വായിക്കാം. ഞങ്ങളും പിതാവും അവിടുത്തെ ദാസനുമായ ദാവീദിന്റെ അധരങ്ങളിലൂടെ പരിശുദ്ധാത്മാവ് മുഖേന. ഒന്നുകൂടി വായിച്ചോ. ഞങ്ങളുടെ പിതാവും അവിടുത്തെ ദാസനുമായ ദാവീദിന്റെ അധരങ്ങളിലൂടെ പരിശുദ്ധാത്മാവ് മുഖേന അവിടുന്ന് ഇപ്രകാരം അരുളി ചെയ്തിട്ടുണ്ടല്ലോ: വിജാതിയർ രോഷാകുലരാകുന്നത് എന്തിന്? ജനങ്ങൾ വ്യർത്ഥമായ കാര്യങ്ങൾ വിഭാവനം ചെയ്യുന്നതും എന്തിന്? കർത്താവിനും അവിടുത്തെ അഭിഷിക്തനുമായി എതിരായി ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുകയും അധികാരികൾ ഒരുമിച്ച് കൂടുകയും ചെയ്തു. അതായത് സങ്കീർത്തന പുസ്തകത്തിൽ ദാവീദ് ഈ പ്രവചനം 2-ാം അധ്യായത്തിൽ എഴുതി വെച്ചു. എന്താണ് നമ്മൾ 2-ന്റെ 1 നമ്മൾ വായിച്ചത്? കർത്താവിനും അവിടുത്തെ അഭിഷിക്തനുമെതിരെ ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുകയും ചെയ്തു എന്നാണ്. നമ്മൾ സങ്കീർത്തനത്തിൽ വായിച്ചപ്പോൾ അണിനിരക്കുകയും ചെയ്യുമെന്നുള്ള രീതിയിലാണ് അല്ലെ? സങ്കീർത്തനം ഒന്ന് വായിക്കാമോ? സങ്കീർത്തനം 2-ന്റെ 1 വായിക്കാമോ? ജനതകൾ ഇളകി മറിയുന്നത് എന്തിന്? ജനങ്ങൾ വ്യർത്ഥമായി ഗൂഢാലോചന നടത്തുന്നു. കർത്താവിനും അവിടുത്തെ അഭിഷിക്തനുമെതിരായി ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുന്നു. ഭരണാധിപന്മാർ കൂടി ആലോചിക്കുന്നു. അതായത് അത് വരാനിരിക്കുന്ന ഒരു പ്രൊഫസിയെ കുറിച്ചാണ് സങ്കീർത്തനം കൃത്യമായിട്ട് പറയുന്നത്. സങ്കീർത്തനം 2-നെ കുറിച്ച് പറയുന്നത് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ഷാർപ്പായിട്ടുള്ള ആദ്യത്തെ പ്രവചനമായിട്ടാണ് പറയുന്നത്. ഏറ്റവും ആദ്യത്തെ പ്രവചനം സങ്കീർത്തനങ്ങളിൽ നിന്നും ആദ്യത്തെ പ്രവചനമാണ് ഈ പറയുന്ന യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനം. അതായത് ഉൽപ്പത്തി മുതൽ ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനമുണ്ട്. സങ്കീർത്തനങ്ങളിലെ ആദ്യത്തെ പ്രവചനം യേശുവിനെ കുറിച്ച് അനേക പ്രവചനങ്ങൾ സങ്കീർത്തനത്തിലുണ്ട്. പ്രത്യേകിച്ച് ദാവീദ് തന്നെ പറഞ്ഞിട്ടുണ്ട്. 2-ാം സങ്കീർത്തനം യേശുവിനെ കുറിച്ചുള്ള ഷാർപ്പ് പ്രവചനങ്ങളാണ് മുഴുവൻ. അതിൻ്റെ 1-ാം വാക്യം മുതൽ ഇത് തന്നെയാണ്. ഇതെടുത്ത് അപ്പസ്തോല പ്രവൃത്തിയിൽ പറയുകയാണ്, ഇതാ രാജാക്കന്മാർ ഹേറോദേസും അങ്ങനെയുള്ള സകലരും. അത് അതിൻ്റെ 27-ാം വാക്യം. അപ്പസ്തോല പ്രവൃത്തി 4-ന്റെ 27. അവിടുത്തെ അഭിഷേകം ചെയ്ത അവിടുത്തെ പരിശുദ്ധദാസനായ യേശുവിനെതിരെ ഹേറോദേസും പന്തിയോസും പീലാത്തോസും വിജാതീയരോടും ഇസ്രായേൽ ജനങ്ങളോടുമൊപ്പം സത്യമായും ഈ നഗരത്തിൽ ഒരുമിച്ച് കൂടി അവനെ വിചാരണ ചെയ്തു. ആരൊക്കെ വന്നു? വിജാതീയർ വന്നു അല്ലേ? പീലാത്തോസ് വന്നു, ഹേറോദേസ് വന്നു, പ്രമുഖരായ പുരോഹിത പ്രമുഖന്മാർ വന്നു, അവിടെ ഉണ്ടായിരുന്ന 70 അംഗ സന്നദ്ധിംഗ് സംഘം വന്നു. ഈ പറയുന്ന വിജാതീയരായ റോമൻ രാജാക്കന്മാരും അധികാരികളും സകലരും കൂടി ആർക്കെതിരെ യുദ്ധം ചെയ്തു? ആർക്കെതിരെ ഗൂഢാലോചന നടത്തി? യേശു ക്രിസ്തുവിനെതിരെ ഗൂഢാലോചന നടത്തി. എപ്പോഴും അങ്ങനെയാണ്. സർവശക്തനായ ദൈവത്തിനെതിരെ ലോകം മുഴുവൻ എതിർക്കും. നിൻ്റെ ഉള്ളിൽ കർത്താവായ യേശു ക്രിസ്തു ഉണ്ടെങ്കിൽ ലോകം നിന്നെ എതിർക്കും. നിൻ്റെ ഉള്ളിൽ യേശുവിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നിന്നെ പള്ളിക്കാരും എതിർക്കും, അച്ഛന്മാരും എതിർക്കും, അധികാരികളും എതിർക്കും, ലോകത്തുള്ള സകലരും നിന്നെ എതിർക്കും. എല്ലാവരും നിന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് നീയാണ് വലിയവനെന്ന് പറഞ്ഞ് മഹത്വപ്പെടുത്തുന്നുണ്ടെങ്കിൽ നിൻ്റെ ഉള്ളിലിരിക്കുന്നവൻ മറ്റാരോ ആണ്. യേശു പറഞ്ഞു, എന്നോട് ഇത് ചെയ്തെങ്കിൽ നിങ്ങളോട് എന്തായിരിക്കും ചെയ്യാൻ പോവുക? പച്ച മരത്തോട് ഇങ്ങനെയാണെങ്കിൽ ഉണങ്ങി മറ്റേ ഇപ്പോൾ വീഴാനിരിക്കുന്ന നിന്നോടൊക്കെ എന്താ ചെയ്യാൻ പോണേന്ന്
നീ ഒന്ന് ചിന്തിച്ചു വെച്ചോ. യേശുവിനോട് ചെയ്തതാ യേശുവിൻ്റെ ആത്മാവുള്ളവനോട് ചെയ്യത്തുള്ളൂ എന്ന്. നിന്നെ എല്ലാവരും ഉയർത്തി നിർത്തുന്നുണ്ടെങ്കിൽ, ലോകം മുഴുവൻ നിന്നെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ, നിനക്ക് യാതൊരുവിധ എതിർപ്പുമില്ല, യാതൊരു പ്രതിസന്ധിയുമില്ല, യാതൊരു പ്രശ്നവുമില്ല എങ്കിൽ നീ നോക്കണം നിൻ്റെ ഉള്ളിലിരിക്കുന്നവൻ ആരാണെന്ന് ഒന്ന് പരിശോധിച്ച് നോക്കണം. കർത്താവായ യേശു ക്രിസ്തു രാജാവായ ദൈവമാണ് നിൻ്റെ ഉള്ളിലിരിക്കുന്നെങ്കിൽ നിനക്കെതിരെ ഗൂഢാലോചനയുണ്ടാവും. നിനക്കെതിരെ ഭൂമിയിലെ രാജാക്കന്മാരും അധികാരികളും സകലരും നിനക്കെതിരെ എതിർക്കും, നിനക്കെതിരെ ആലോചനകൾ നടത്താതിരിക്കത്തില്ല. ഇപ്പം നമുക്കെതിരെ ഉണ്ടാകും, പേടിക്കണ്ട, ആലോചന ഉണ്ടാകും. എനിക്കെതിരെ എന്തൊക്കെയാണെന്ന് എനിക്കറിയത്തില്ല, ഇതുവരെ ഒന്നും വെളിപ്പെട്ടിട്ടില്ല, ഇതുവരെ കാര്യമായിട്ടൊന്നും വെളിപ്പെട്ടിട്ടില്ല. ആകെ 1-2 പ്രാവശ്യം വിളിച്ച് ഇനി നീ യൂട്യൂബിൽ വീഡിയോ ഇടരുത്, നീ അനങ്ങരുത് എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളുണ്ടെന്നല്ലാതെ പ്രത്യേകിച്ച് അങ്ങനെ പ്രകടമായ ഒന്നും ഇതുവരെ വന്നിട്ടില്ല. ഇനി എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. അപ്പസ്തോലന്മാർ മുഴുവൻ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് സങ്കീർത്തനം 4 വ്യക്തമായിട്ട് പറയുകയാണ്, ഭൂമിയിലെ രാജാക്കന്മാരും ഹെറോദോസും വിജാതീയരും സകലരും പീലാത്തോസും സകല വ്യക്തികളും കർത്താവായ യേശു ക്രിസ്തുവിനെതിരെ ഒരുമിച്ചു, അവനെതിരെ തിരിഞ്ഞു. എന്നിട്ട് അതിൻ്റെ 28-ാം വാക്യം പറയുക, അവിടുത്തെ ശക്തിയും ഹിതവും അനുസരിച്ച് നിശ്ചയിച്ചിരിക്കുന്ന കാര്യങ്ങൾ നിറവേറുന്നതിന് വേണ്ടിയാണ് അവർ ഇപ്രകാരം ചെയ്തത്. അതിനാൽ കർത്താവേ, അവരുടെ ഭീഷണികളെ അവിടുന്ന് ശ്രദ്ധിക്കണമേ. അവിടുത്തെ പരിശുദ്ധദാസനായ യേശുവിൻ്റെ നാമത്തിൽ രോഗശാന്തിയും അടയാളങ്ങളും അത്ഭുതങ്ങളും നടക്കണമേ. നിനക്കെതിരെ ആര് ഗൂഢാലോചന നടത്തിയാലും, നിനക്കെതിരെ ആരൊക്കെ ദുഷ്ടവാക്കുകൾ സംസാരിച്ചാലും, പീഡനങ്ങൾ നടത്തിയാലും, നിന്നെ തകർക്കാൻ ശ്രമിച്ചാലും, നിന്നെ നശിപ്പിക്കാൻ വാക്കുകൊണ്ടോ ആയുധം കൊണ്ടോ എന്തിനേക്ക് എതിർത്താലും, അപ്പസ്തോലന്മാർ ആശ്രയിച്ച ഒരൊറ്റ കാര്യമേ നമുക്കുള്ളൂ, സ്വർഗസ്ഥനായ ദൈവത്തിൽ ആശ്രയിക്കുക, സർവശക്തനായ ദൈവത്തിൽ ആശ്രയിക്കുക. അവൻ്റെ മുൻപിലേക്ക് അവിടുത്തെ പരിശുദ്ധദാസനായ യേശുവിൻ്റെ നാമത്തിൽ രോഗശാന്തിയും അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കാൻ വേണ്ടി സഭ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. ഇത് മാത്രമേ നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ. നമുക്കെതിരെ ഗൂഢാലോചന നടത്തുന്നതിന് തിരിച്ച് ഗൂഢാലോചന നടത്താൻ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? നമുക്കെതിരെ ഗൂഢാലോചനകൾ നടത്തി നമുക്കെതിരെ ശത്രു ഒരു വലിയ സൈന്യമായി, വലിയ അധികാരമായി നമുക്കെതിരെ തിരിഞ്ഞാലും ദൈവമക്കൾക്ക് പറഞ്ഞിരിക്കുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ, കരമുയർത്തി ആരാധിക്കുക, സ്തോത്രം ചെയ്യുക. കാരണം ഒരു വിശ്വാസം നമ്മുടെ ഉള്ളിലുണ്ട്, എൻ്റെ കർത്താവ് എൻ്റെ രാജാവാണ്, അവൻ പരാജിതനല്ല, അവൻ വിജയിച്ചവനാണ്. അവൻ പരാജിതനാണെങ്കിലേ വിജയിപ്പിക്കേണ്ട കാര്യമുള്ളൂ അല്ലേ? ഗൂഢാലോചന നടത്തി, മർമറിങ് ക്യാമ്പയിനൊക്കെ നടത്തി തോക്കൂന്ന് ഉറപ്പുള്ളിടത്തല്ലേ കുതന്ത്രം ഉപയോഗിക്കേണ്ട ആവശ്യമുള്ളൂ. എങ്ങനെയെങ്കിലും അവനെ തള്ളി ചെയ്യിപ്പിക്കാൻ നോക്കേണ്ട ആവശ്യമുള്ളൂ അല്ലേ? ഇന്ന് നവംബർ 1-ാം തീയതിയാണ്. നവംബർ 1-ാം തീയതിയാണ്. ഇന്നെന്താ പ്രത്യേകത? കേരളപ്പിറവി. പിന്നൊരു പ്രത്യേകതയുണ്ട്, ഈ മാസം മരിച്ചവരുടെ മാസമാണ്. അതായത് മരിച്ച് ഇതുവരെ സ്വർഗത്തിലെത്താത്തവരെ നമ്മൾ എങ്ങനെയെങ്കിലും തള്ളി സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന ഒരു മാസമാണ്. പോയിരുന്ന ആരെങ്കിലും തള്ളി കൊണ്ടുപോകാനായിട്ട് കൊണ്ടുപോയിരുന്നോ? ആരെങ്കിലും? നിങ്ങൾ തള്ളിയാൽ പോവോ? നിങ്ങളിവിടെ ഇരുന്ന് കൊന്തയില്ല സ്വർഗത്തിൽ കയറുമോ? നിങ്ങളിവിടെ ഇരുന്ന് കുർബാന അർപ്പിച്ച സ്വർഗത്തിൽ കയറുമോ? ഞാൻ പഠിച്ച ബൈബിളിൽ ഇങ്ങനൊരു സാധനം ഇല്ല, എനിക്കറിയില്ല, അതുകൊണ്ട് ചോദിച്ചതാ. പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ പറഞ്ഞെന്നുള്ളൂ. ആരും എന്നെ കല്ലെടുത്തും കസേരയെടുത്ത് അടിക്കരുത്, ദൈവത്തെ ഓർത്ത് അതിനുള്ള ആരോഗ്യമില്ല എന്ന് പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ ആരാധന. ജീവിച്ചിരിക്കുമ്പോൾ ഈ രാജാവിൽ വിശ്വസിച്ച്, ഈ കർത്താവായ യേശുവിൽ വിശ്വസിച്ച്, അവനിൽ ആശ്രയിച്ച്, അവൻ്റെ വചനം ഹൃദയത്തിൽ ചേർത്ത് വെച്ച ഒരുവൻ മരിച്ചാൽ അവൻ ജീവിക്കും. അതാ വചനം പറയുന്നത്. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, എന്നിൽ ആശ്രയിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, അവനും മരണമില്ല, അവൻ എന്നേക്കും ദൈവരാജ്യത്തിൽ വസിക്കുമെന്നാണ് വചനം പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ജീവിച്ചിരിക്കുമ്പോൾ കള്ളും കുടിച്ച് സകല ഉടായ്പും കാണിച്ച് കർത്താവായ യേശു ക്രിസ്തുവിനെ അറിയാതെ യേശുവിനെതിരെ പ്രവർത്തിച്ചവനെ എത്ര ഇരുന്ന് തള്ളിയാലും അവൻ അനങ്ങാൻ പോകുന്നില്ല. ഇനി ദൈവമായിട്ട് അവനെ സ്വർഗത്തിൽ എത്തിച്ചാൽ എത്തി, അതിൽ നമുക്ക് ഒരു റോളുമില്ലെന്ന്. ഞാൻ ഇവിടെ ഇരുന്ന് എന്ത് ചെയ്താലും അതിനകത്ത് യാതൊന്നും സംഭവിക്കാൻ പോകില്ല. ദൈവം കരുണ കാണിച്ചവനെ ദൈവരാജ്യത്തിൽ എത്തിക്കാതെ അത് ദൈവത്തിന് ഇഷ്ടമാണ്, ദൈവമാണത് പ്രവർത്തിക്കുന്നത്. നമുക്ക് യാതൊരുവിധ റോളുമില്ല. നമ്മൾ എത്ര പറഞ്ഞാലും, എത്ര പ്രൊമോട്ട് ചെയ്താലും, എത്ര ആ വ്യക്തിയെക്കുറിച്ച് എന്തൊക്കെ പറഞ്ഞാലും, അല്ലെങ്കിൽ അതിനുവേണ്ടി എന്തൊക്കെ പരിഹാര കർമ്മങ്ങൾ നടത്തിയാലും ഇല്ല. അങ്ങനെ പരിഹാര കർമ്മം നടത്തിയാൽ രക്ഷ പ്രാപിക്കുമെന്ന് പഠിപ്പിക്കുന്ന പിശാചാ. കാരണം അങ്ങനെ ഒരു വചനം ദൈവവചനത്തിലില്ല, അങ്ങനെ ഒരു പഠനമേ വചനത്തിലില്ല. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ ആരാധന. നമ്മുടെ കൂടെയുള്ളവർ ആരെങ്കിലും മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവർ ദൈവത്തിൽ ആശ്രയിച്ചാണ് മരിച്ചെങ്കിൽ
നമുക്കറിയാം അവരെവിടെയുണ്ട്? സ്വർഗത്തിലുണ്ട്, ദൈവരാജ്യത്തിലുണ്ട്. അതിനുവേണ്ടി പിന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ട? ഈ ഒപ്പീസും ചെല്ലണ്ട, ഗ്രിഗോറിയൻ കുർബാനയും ചെല്ലണ്ട, ഈ തള്ളിമറക്കലൊന്നും മറക്കേണ്ട കാര്യമൊന്നും നമുക്കില്ല. കാരണം നമ്മുടെ വിശ്വാസമാണ് എൻ്റെ സർവശക്തനായ ദൈവം, അവൻ രാജാതി രാജാവാണ്. അവൻ വാനമേഘങ്ങളിൽ വരുമ്പോൾ മരിച്ചവരെ അവനോടുകൂടെ ഉയർപ്പിക്കുന്നൊരു ദിനമുണ്ട്. മരിച്ചവരെക്കുറിച്ച് പ്രത്യാശയില്ലാത്തവരാണോ നിങ്ങൾ എന്ന് ദൈവവചനം ചോദിക്കുന്നത് വെറുതെയല്ല. പ്രത്യാശയുള്ളവരാണ് നമ്മൾ. ആ പ്രത്യാശ ഉള്ളത് കൊണ്ടാണ് നമ്മൾ പിന്നീട് വേറെ പ്രവർത്തിക്കൊന്നും പോകാത്തത്. പ്രത്യാശയില്ലാത്തവരാണ് ഈ പരിപാടിയെല്ലാം ചെയ്തു വെക്കുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഇവിടെ അപ്പസ്തോല പ്രവൃത്തിയിൽ നമ്മൾ കണ്ടു, ആ ദൈവസന്നിധിയിൽ രാജാതി രാജാവിന് സർവശക്തനായ ദൈവത്തെ ആരാധിക്കുന്ന, അവൻ്റെ നാമത്തിൽ ആശ്രയിക്കുന്ന അപ്പസ്തോലന്മാരെ. മറ്റേതെങ്കിലും നാമത്തിൽ അവർ ആശ്രയിക്കുന്നുണ്ടോ? മറ്റേതെങ്കിലും പേര് അവർ പറയുന്നുണ്ടോ? ഒരു പേര് അവർ പറയുന്നില്ല. ഒറ്റ കാര്യമേ ഉള്ളൂ. കാരണം കാൽവരിയിൽ ക്രൂശിതനായ കർത്താവായ യേശു ക്രിസ്തു അവൻ 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് 40 ദിനരാത്രങ്ങൾ തങ്ങളോടുകൂടെ നടന്ന് തങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ട് തങ്ങളെ പഠിപ്പിച്ച് 40-ാം ദിനം അവൻ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുന്നത് കണ്ട പത്രോസും യാക്കോബും യോഹന്നാനും അറിയാം, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു അവൻ പരാജിതനല്ല, അവൻ വിജയം പ്രാപിച്ചവനാണ്, അവനാണ് ഞങ്ങളുടെ ദൈവം, അവനാണ് സർവശക്തനായ രാജാവ്. അതാ മത്തായി സുവിശേഷം 28-ാം അധ്യായം അതിൻ്റെ 18-19 വാക്യങ്ങൾ വ്യക്തമായിട്ട് നമ്മളോട് പ്രഖ്യാപിക്കുന്നത്. മത്തായി സുവിശേഷം 28-ാം അധ്യായം 18-19 വാക്യങ്ങൾ വായിക്കാം. യേശു അവരെ സമീപിച്ച് അരുളി ചെയ്തു, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഏതെങ്കിലും കുറച്ച് അധികാരം എനിക്ക് നൽകപ്പെട്ട് ബാക്കിയുള്ളത് വേറെ ആരെങ്കിലും കയ്യിലാണെന്നാണ് പറഞ്ഞത്? അല്ല, സർവ്വ അധികാരങ്ങളും എനിക്ക് നൽകപ്പെട്ടു. നീ ഭയപ്പെടേണ്ടെന്ന്. നീ ഒരൊറ്റ അധികാരിയും ഭയപ്പെടേണ്ട. നീ ഒരു വ്യക്തിയെയും ഈ ഭൂമിയിൽ യാതൊന്നിനെയും നീ ഭയപ്പെടേണ്ട. കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കീഴിൽ വെച്ചിട്ട് ആത്മായരായിട്ടുള്ള ആളുകളെല്ലാവരും ഒരുമിച്ച് കൂട്ടിയിട്ട് ഒരു മീറ്റിംഗ് നടത്തി. അപ്പോൾ ആ മീറ്റിങ്ങിൻ്റെ പ്രമോദം ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു. ഇല്ല, ഓക്കെ. ആ മീറ്റിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം സാധാരണ വ്യക്തികൾ ഇന്ന് നടക്കുന്ന സഭയിലെ കോപ്രായങ്ങൾക്കെതിരെ ശബ്ദം ഉയർത്തുന്നത് അവർക്കൊന്ന് അനലൈസ് ചെയ്യണം, ഇത് എത്രത്തോളം ഉണ്ട് എന്ന് കാണാനായിട്ട്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോട്ടുള്ള എല്ലാ വ്യക്തികളും അതിനകത്ത് പങ്കെടുത്തു. അതിനകത്ത് പങ്കെടുത്തു കഴിഞ്ഞപ്പോൾ അവിടെ സാധാരണ വിശ്വാസികളിൽ നിന്നും ശക്തമായി ഉയർന്ന ശബ്ദം ഇതാണ്: അന്യ ആരാധനകളെ ദേവാലയങ്ങളിൽ നിന്ന് അടിച്ചു പുറത്താക്കണം, അന്യ വിഗ്രഹങ്ങളെ മാറ്റണം, മറ്റ് ആരാധന രീതികൾ, ആചാര അനുഷ്ഠാനങ്ങൾ മാറ്റണം, ഈ പരിപാടി ഇവിടെ ചെയ്യരുത് എന്ന് ശക്തമായി പറഞ്ഞു കഴിഞ്ഞപ്പം അന്നുണ്ടായിരുന്ന ഇന്നത്തെ പിതാവായിട്ടുള്ള ജോഷി മൈനാട്ടിൽ, അന്ന് അദ്ദേഹം POCയുടെ പാസ്റ്റർ ഇതായിരുന്നു, ഇന്ന് അദ്ദേഹം പിതാവാണ്. ആ ബിഷപ്പ് പറഞ്ഞൊരു കാര്യമുണ്ട്: മോനെ, നീ നിൽക്കുന്ന സ്ഥലം ഏതാണെന്ന് നിനക്ക് ബോധ്യം വേണം. നീ നിൽക്കുന്നത് ഭാരത മണ്ണിലാണ്. അപ്പോൾ ഈ ഭാരത മണ്ണിൽ നിൽക്കുന്നത് കൊണ്ട് ചിലതിനെ ബഹുമാനിച്ച് ചിലതിനെ പ്രീതിപ്പെടുത്തി മുന്നോട്ട് പോവുകയെ പറ്റത്തുള്ളൂ, അതിനപ്പുറത്തോട്ട് വേറൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് അന്ന് പിതാവ് പറഞ്ഞത്. അന്ന് ഞാൻ എഴുന്നേറ്റ് നിന്ന് തിരിച്ചു മറുപടി പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ: ഇന്ന് ഞാൻ നിൽക്കുന്നത് ഭാരത മണ്ണിലാണ്, പക്ഷേ അതിനേക്കാൾ വിശ്വാസമുള്ളൊരു കാര്യം ഞങ്ങൾക്കിതാണ്: ഈ ഭാരത മണ്ണും സർവശക്തനായ ദൈവം സൃഷ്ടിച്ച് അവൻ രാജാവായി വാഴുന്ന ഈ ഭൂമിയിൽ തന്നെയാണെന്നൊരു വിശ്വാസം പിതാവേ, അച്ഛ, ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഈ പറയുന്ന ഭാരത മണ്ണിനേക്കാൾ ഞാൻ ശ്രേഷ്ഠമായി കരുതുന്നത് സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ മണ്ണാണെന്നാണ്. ആ അധികാരത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഭൂമിയിലെ രാജാക്കന്മാരെ ഭയമില്ല എന്ന് പറഞ്ഞ് നമ്മൾ വിശ്വസിക്കേണ്ടതും ആശ്രയിക്കേണ്ടതും ആ കർത്താവിലാണെന്ന്. അല്ലാതെ ഇവിടെ വെറുതെ നടക്കുന്നവൻ്റെ മുമ്പിലല്ല, അവൻ്റെ മുമ്പിലാണോ നമ്മൾ കുമ്പിടേണ്ടേ? അല്ല. മത്തായി സുവിശേഷം വ്യക്തമായിട്ട് പറയുകയാണ്, ഒരു ശിശുവിനെ, ജനിച്ച് വീണ് കിടക്കുന്ന ഒരു ശിശുവിനെ വന്ന് കുമ്പിട്ട് ആരാധിച്ച് അവൻ രാജാവാണെന്ന് പ്രഖ്യാപിച്ചു, അവൻ പ്രവാചകനാണെന്നും അവൻ പുരോഹിതനാണെന്നും പ്രഖ്യാപിച്ച ജ്ഞാനികളെ നമ്മൾ കാണുന്നത്. നമുക്കിപ്പോഴും മനസ്സിലായിട്ടില്ല ആരാണ് ദൈവം, ആരാണ് രാജാവ്, ആരെയാണ് കുമ്പിടേണ്ടത്. ഇപ്പം കണ്ടവനൊക്കെ കുമ്പിടല നമ്മുടെ പരിപാടി അല്ലേ? കണ്ട വിഗ്രഹത്തിൻ്റെ മുമ്പിൽ, സകലത്തിൻ്റെ മുമ്പിൽ കുമ്പിടല നമ്മുടെ പരിപാടി. സങ്കീർത്തന പുസ്തകം നമ്മൾ 2-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ വ്യക്തമായിട്ട് പുത്രനെ കുറിച്ച് പറയുന്നുണ്ട്. 1-ാം വാക്യത്തിൽ ആദ്യത്തെ പ്രവചനത്തെക്കുറിച്ച് പറയുകയാണ്: ഈ രാജാക്കന്മാരും ഭൂമിയിലെ സകലരും ഗൂഢാലോചന നടത്തുമെന്ന് പറഞ്ഞിട്ട് 7-ാം വാക്യം എന്താണ് നമ്മളോട് പറയുന്നത്? വായിക്കാം. കർത്താവിന്റെ കൽപ്പന ഞാൻ വിളംബരം ചെയ്യും. അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, നീ എൻ്റെ പുത്രനാണ്, ഇന്ന് ഞാൻ നിനക്ക് ജന്മം നൽകി. യേശുവിനെ കുറിച്ച് പറയുകയാണ്: നീ എൻ്റെ പുത്രനാണ്, ഇന്ന് ഞാൻ നിനക്ക് ജന്മം നൽകി എന്ന് അവനെ പുത്രനായിട്ട് അംഗീകരിച്ചുകൊണ്ട് പറയുക. വീണ്ടും അതിന്റെ 11-ാം വാക്യം 11-12 കൂടി വായിച്ചോ. ഭയത്തോടെ കർത്താവിന് ശുശ്രൂഷ ചെയ്യുവിൻ, വിറയലോടെ അവിടുത്തെ പാദം ചുംബിക്കുവിൻ. ഭയത്തോടെ കർത്താവിന് ശുശ്രൂഷ ചെയ്യുവിൻ, വിറയലോടെ അവന്റെ പാദം ചുംബിക്കുവിൻ. ആരുടെ പാദം ചുംബിക്കാനാണ് പറഞ്ഞത് ഇവിടെ?
സങ്കീർത്തനം 2 പറഞ്ഞിരിക്കുന്നത് ജനിക്കാനിരിക്കുന്ന ശിശുവിൻ്റെ പാദം ചുംബിക്കുക. അതാ പറഞ്ഞിരിക്കുന്നത്. ആരുടെ പാദം? ശിശുവിൻ്റെ പാദം. ജനിക്കുന്ന ശിശുവിൻ്റെ പാദം ചുംബിക്കുക. പാദം ചുംബിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും വെറുതെ പാദം പോയി ചുംബിക്കുക, അത്രേ ഉള്ളൂ. കാല് കഴുകുമ്പോൾ നമ്മൾ ചെയ്യാറുണ്ടല്ലോ അല്ലേ, പാദം ചുംബിക്കുക. പക്ഷേ പഴയ നിയമത്തിൽ ഈ പാദം ചുംബിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വ്യക്തമായൊരു കാര്യമുണ്ട്. ഈ പാദത്തെ ചുംബിക്കുക എന്ന് പറഞ്ഞാൽ ഇവൻ രാജാവായി അംഗീകരിച്ചാൽ മാത്രമേ അവൻ എന്ത് ചെയ്തിട്ടുള്ളൂ? പാദം ചുംബിക്കത്തുള്ളൂ. അവൻ ദൈവമായി അംഗീകരിക്കുമ്പോഴാണ് അവൻ്റെ പാദത്തെ ചുംബിക്കുന്നത്. യഥാർത്ഥത്തിൽ ചുംബനം അവിടെ എപ്പോഴും കൊടുക്കുന്നത് സമൂഹലിൻ്റെ ഇതിനകത്ത് 1 സമൂഹലിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ആ സാവൂളിനെ തെരഞ്ഞെടുക്കുമ്പോൾ പോലും അഭിഷേകം ചെയ്തുകൊണ്ട് അവനെ ചുംബിച്ചു. നീ ഇസ്രായേലിൻ്റെ രാജാവാണെന്ന് അംഗീകരിക്കുക. നമുക്കത് വേണമെങ്കിൽ വായിക്കാം. 1 സമൂഹൽ 10-ാം അധ്യായം 1-ാം വാക്യം. 1 സമൂഹൽ 10-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം. സാമുവേൽ ഒരു പാത്രം ഒലിവെണ്ണ എടുത്ത് സാവൂളിന്റെ ശിരസിൽ ഒഴിച്ചു, അവനെ ചുംബിച്ചിട്ട് പറഞ്ഞു, കർത്താവ് തന്റെ ജനത്തിന്റെ ഭരണാധികാരിയായി നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഇവിടെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം നിങ്ങൾ ശ്രദ്ധിച്ചോ. അതായത് എന്തുകൊണ്ടാണ് സാവൂളിനെ രാജാവായി അധികാരിയായി അഭിഷേകം ചെയ്യുമ്പോൾ ഒരു പ്രവാചകൻ അവനെ ചുംബിക്കുന്നത്? ആ ചുംബിക്കുന്നതിൻ്റെ കാരണം ഇതേ സാമുവേൽ തന്നെ ഇപ്പുറത്ത് പറയുന്നുണ്ട്. 8-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, യഹോവയാണ് ഇസ്രായേലിൻ്റെ രാജാവ്. യഹോവയായ ഇസ്രായേലിൻ്റെ രാജാവിനെ അവഗണിക്കുമ്പോൾ ഇതാ ഒരു മനുഷ്യനെ രാജാവായി ഉയർത്തുന്നു. അതായത് യഹോവയുടെ പ്രതിനിധിയായിട്ടാണ് ആരെ ഉയർത്തുന്നത്? സാവൂളിനെ അഭിഷേകം ചെയ്യുന്നത്. ആ കാര്യം കാണിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ പ്രതിനിധിയാണ് ഇവനെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പ്രവാചകൻ ആരെ ചുംബിക്കുന്നത്? സാവൂളിനെ ചുംബിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഇവൻ യഹോവയുടെ പിന്നീട് സാവൂൾ വഴിതെറ്റിപ്പോയി കഴിഞ്ഞപ്പോൾ ഇതേ സാമൂൽ തന്നെ പറഞ്ഞു, ദൈവം നിന്നെ തിരസ്കരിച്ചിരിക്കുന്നു, ദൈവം നിന്നെ തെരഞ്ഞെടുത്തതിൽ പോലും ലജ്ജിക്കുന്നു എന്ന് പറഞ്ഞ് അവനെ തള്ളിക്കളഞ്ഞു. അപ്പോൾ ആദ്യം അംഗീകരിച്ചു, പിന്നെന്ത് ചെയ്തു? തള്ളിക്കളഞ്ഞു, തിരസ്കരിച്ചു, അവനെ മാറ്റി നിർത്തി. ഈ അംഗീകാരം എന്ന് പറയുന്നത് ഇസ്രായേലിലെ രാജാവായ ദൈവത്തിന് കൊടുക്കുന്ന അംഗീകാരമാണ്. ഇവിടെ ആർക്ക് കൊടുക്കുന്നത്? ഈ ഭൂമിയിലെ ഒരു രാജാവിന് കൊടുക്കുന്നത്. യഥാർത്ഥത്തിൽ ഇസ്രായേലിലെ രാജാവ് സർവശക്തനായ ദൈവമാണ്. പക്ഷേ ഈ ബോധ്യമില്ലാതെ ജനം രാജാവിന് വേണ്ടി മുറകൾ കൂട്ടിയപ്പോഴാണ് ഒരു രാജാവിനെ താഴേന്ന് കൊടുത്തത്. പക്ഷേ അപ്പോഴും അഭിഷേകം ചെയ്തപ്പോൾ ഇതേ കാര്യം തന്നെ അവിടെ ചെയ്തു വെച്ചു. 1 രാജാക്കന്മാർ 19-ാം അധ്യായം 18-ാം വാക്യം നമുക്ക് പെട്ടെന്നൊന്ന് വായിക്കാം. 1 രാജാക്കന്മാർ 19-ാം അധ്യായം 18-ാം വാക്യം. എന്നാൽ ബാലിന്റെ മുൻപിൽ മുട്ടുമടക്കുകയോ അവനെ ചുംബിക്കുകയോ ചെയ്യാത്ത 7000 പേരെ ഞാൻ ഇസ്രായേലിൽ അവശേഷിപ്പിക്കും. യഹോവയായ ദൈവം പറയാ, നീ ബാലിന് മുമ്പിൽ എന്ത് ചെയ്യരുത്? കുമ്പിടരുത്, നീ മുട്ടുമടക്കരുത്, അവനെ നീ ചുംബിക്കരുത്. 3 പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്. അവൻ്റെ മുൻപിൽ നീ മുട്ടുമടക്കുകയോ നീ അവനെ താണു വണങ്ങുകയോ കുമ്പിടുകയോ അവനെ ചുംബിക്കുകയോ ചെയ്യരുത്. കാരണം അങ്ങനെ നീ ചെയ്താൽ അവനെ നീ സർവശക്തനായ നിന്റെ അധികാരിയായി നിന്റെ ദൈവമായി നീ അംഗീകരിക്കുകയാണ്. അങ്ങനെ നീ അംഗീകരിച്ചാൽ നീ അംഗീകരിക്കുന്ന അവനെ ദൈവമായിട്ടാണ് അംഗീകരിക്കുന്നത്. അതുകൊണ്ടാണ് സങ്കീർത്തനം 2:12 പറഞ്ഞിരിക്കുന്നത്, വിറയലോടെ ക്രിസ്തുവിൻ്റെ പാദത്തെ ചുംബിക്കുവിൻ. കാരണം നിന്റെ രാജാവായി നിനക്ക് അഭിഷേകം നൽകിയ സർവശക്തനായ ദൈവമായി അംഗീകരിക്കേണ്ടത് ഈ ക്രിസ്തുവിനെയാണെന്ന് യഹോവയായ ദൈവം, കർത്താവായ ദൈവം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ദാവീദിലൂടെ എഴുതി വയ്ക്കുക. സങ്കീർത്തനത്തിൽ കർത്താവായ യേശു ക്രിസ്തുവാണ് ദൈവമെന്ന്. യേശുവിൻ്റെ പാദത്തെയാണ് നീ എന്ത് ചെയ്യേണ്ടത്? നീ ചുംബിക്കേണ്ടത്. യേശുവിൻ്റെ പാദത്തിലാണ് നീ കുമ്പിടേണ്ടത്. അല്ലാതെ വിഗ്രഹത്തെ ഉണ്ടാക്കിയിട്ടാണോ കുമ്പിടുന്നത്? ആണോ? അതിനാണ് ധൂപം കാട്ടണ്ടേ? ഇന്ന് ധൂപം കാട്ടി നമ്മൾ എങ്ങനെയെങ്കിലും മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഹോസിയ പ്രവചനം 13:2 കൂടി വായിച്ചോ. അവർ ഇപ്പോൾ കൂടുതൽ കൂടുതൽ പാപം ചെയ്യുന്നു, തങ്ങൾക്ക് വേണ്ടി വാർപ്പ് വിഗ്രഹങ്ങൾ നിർമ്മിക്കുന്നു, വെള്ളികൊണ്ട് വിദഗ്ധമായി നിർമ്മിച്ച ബിംബങ്ങൾ, അവയെല്ലാം ശില്പിയുടെ കരവേല മാത്രം. അവയ്ക്ക് ബലിയർപ്പിക്കാൻ അവർ ആവശ്യപ്പെടുന്നു. മനുഷ്യൻ കാളകളെ ചുംബിക്കുന്നു, കാളക്കുട്ടികളെ ചുംബിക്കുന്നു. അതായത് നീ അതിനെ ചുംബിക്കുകയും അതിന് മുമ്പിൽ കുമ്പിടുകയും അതിന് മുമ്പിൽ മുട്ടുമടക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നീ എന്താ ചെയ്യുന്നത്? നീ അറിയാതെ നീ അതിനെ ദൈവമായി അംഗീകരിക്കുകയും അതിനെ ആരാധിക്കുകയും ചെയ്യുക. നീ അങ്ങനെ ചെയ്യരുത്, അത് നിന്റെ പാപമാണ്, അത് പാപത്തിൻ്റെ ഘനമാണെന്ന് പറഞ്ഞുകൊണ്ട് സർവശക്തനായ ദൈവം അതിൽ നിന്നും ദൈവജനത്തെ പിന്തിരിപ്പിക്കുക. അതിന് സങ്കീർത്തനം പറയുക, നീ ആരെ ചുംബിക്കണം? പുത്രനെ നീ ചുംബിക്കണം. ക്രിസ്തുവേശുവാണ്, ആ പുത്രനാണ്, അവൻ രാജാവാണ്, അവനെയാണ് നീ എന്ത് ചെയ്യേണ്ടത്? നീ ചുംബിക്കേണ്ടത്. നമ്മൾ മത്തായി സുവിശേഷം 22-ാം അധ്യായം വായിച്ചപ്പോൾ നമ്മളൊരു കാര്യം കണ്ടു. ജ്ഞാനികൾ അവിടെ വന്ന് അവനെ കുമ്പിട്ടു, മുട്ടുമടക്കി, അവന് പൊന്നു കൊടുത്തു, അവന് രാജാവാണെന്ന് അംഗീകരിച്ചു. മർക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 14-ാം അധ്യായം 63-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. മർക്കോസിൻ്റെ സുവിശേഷം യേശു ക്രിസ്തുവിനെ വിചാരണ ചെയ്യുമ്പോൾ അവിടെ ഉണ്ടായിരുന്നൊരു സംഭവം, അതിൻ്റെ 63-ാം വാക്യം. അപ്പോൾ പ്രധാന പുരോഹിതൻ
വസ്ത്രം വലിച്ചു കീറിക്കൊണ്ട് പറഞ്ഞു, ഇനി സാക്ഷികളെ കൊണ്ട് നമുക്ക് എന്താവശ്യം? ദൈവദൂഷണം നിങ്ങൾ കേട്ടുവല്ലോ. ഇനി സാക്ഷികളെ കൊണ്ട് നമുക്ക് എന്ത് ആവശ്യം? വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. ഇനി സാക്ഷികളെ കൊണ്ട് അവനും ചോദിച്ചത്, നീ ക്രിസ്തുവാണോ, നീ രാജാവാണോ എന്നുള്ള ചോദ്യമൊക്കെ ചോദിച്ചത്. നീ ക്രിസ്തുവാണോ, നീ രാജാവാണെന്നാണ് പ്രധാന പുരോഹിതൻ ചോദിച്ചത്. അപ്പോൾ പ്രധാന പുരോഹിതൻ ചോദിച്ചു കഴിഞ്ഞപ്പം യേശു മറുപടി പറഞ്ഞു, നീ തന്നെ പറഞ്ഞുവല്ലോ എന്ന് പറഞ്ഞു. ഒരു സ്ഥലത്ത് നമ്മൾ ഇവിടെ കാണുന്നത് യേശു പറഞ്ഞു, ഞാൻ തന്നെ മനുഷ്യപുത്രൻ ശക്തിയുടെ വലതുഭാഗത്ത് ഉപേക്ഷനായിരിക്കുന്നതും വാനമേഘങ്ങളിൽ വരുന്നതും നിങ്ങൾ കാണും. വാനമേഘങ്ങളിൽ വരുന്നത് എങ്ങനെയാണ്? രാജാതിരാജൻ മഹിമയോടെ രാജാവായി വരുന്നത്. വെളിപാട് പുസ്തകം നമ്മൾ കാണുന്നുണ്ട്. വാനമേഘങ്ങളിൽ അവൻ സർവ്വരാജാവായി സർവശക്തനായ ദൈവമായി അവൻ കടന്നു വരികയാണ്. ഇത് പറഞ്ഞപ്പോൾ മറ്റവന്മാർക്ക് അങ്ങോട്ട് കൊണ്ടു. കാരണം അവരുടെ രാജാവ് ആരാണ്? ഇപ്പോൾ പുരോഹിതന്മാരുടെ രാജാവ് ആരാണ്? യഹോവയാണെന്നാണ് അവരുടെ അവരുടെ ആ ചിന്ത അങ്ങനെയാണ്. പക്ഷേ യേശു തന്നെത്താൻ ദൈവമാണെന്ന് അവൻ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവൻ വസ്ത്രം വലിച്ചു കീറുന്നത്. പക്ഷെ ചെയ്യുന്ന വ്യക്തി എന്താണ് താൻ ചെയ്യുന്നതെന്ന് അറിയുന്ന പോലുമില്ല. പ്രധാന പുരോഹിതൻ വസ്ത്രം വലിച്ചു കീറാൻ പാടില്ല. ലേവ്യ പുസ്തകം 21-ാം അധ്യായം 10-ാം വാക്യം ഒന്ന് വായിക്കാം. ലേവ്യ പുസ്തകം 21-ാം അധ്യായം 10-ാം വാക്യം. അഭിഷേക തൈലം തലയിൽ ഒഴിക്കപ്പെട്ടവനും വിശുദ്ധ വസ്ത്രങ്ങൾ ധരിക്കാൻ പ്രതിഷ്ഠിക്കപ്പെട്ടവനും സഹോദരന്മാരിൽ പ്രധാന പുരോഹിതനുമായവൻ തന്റെ തല നഗ്നമാക്കുകയോ വസ്ത്രം കീറുകയോ അരുത്. നീ ഈ കാര്യം ചെയ്യരുത്. പ്രധാന പുരോഹിതൻ വസ്ത്രം വലിച്ചു കീറരുത്. കൃത്യമായ നിയമം പറയുകയാണ്, അഭിഷേകം ചെയ്യപ്പെട്ട ഒരു പുരോഹിതൻ അവൻ തൻ്റെ വസ്ത്രം വലിച്ചു കീറരുത്. അത് വലിയ പാപമാണ്. കാരണം വലിച്ചു കീറിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവൻ്റെ പൗരോഹിത്യം അവസാനിച്ചു, അവൻ്റെ പൗരോഹിത്യം തീർന്നു. അവൻ്റെ അഭിഷേകത്തിനെതിരെയാണ് അവൻ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്, നീ വസ്ത്രം വലിച്ചു കീറരുത് എന്ന് ലേവ്യ പുസ്തകത്തിൽ, ലേവി പൗരോഹിത്യത്തിൽ വ്യക്തമായി കൽപ്പന കൊടുത്തിരിക്കുകയാണ്. 21-10 നീ അഭിഷേകം ചെയ്യപ്പെട്ടവനാണെങ്കിൽ നീ വസ്ത്രം വലിച്ചു കീറരുത്. പക്ഷേ ആവേശം കൊണ്ട് ആശാൻ യേശുവിനെ ക്രൂശിക്കാൻ കിട്ടിയ, അല്ലെങ്കിൽ യേശുവിനെതിരെ ഒരു കാര്യം കിട്ടി, അനേകർ വന്ന് കള്ളസാക്ഷ്യം പറഞ്ഞതൊന്നും വില പോയില്ല. അപ്പോൾ ഇതാ യേശു തന്നെ അവൻ്റെ സർവ്വധികാരത്തിലും പറഞ്ഞു, ഞാൻ മഹത്വത്തിൻ്റെ മേഘങ്ങളിൽ കർത്താവിൻ്റെ വലതുഭാഗത്ത് ഉപേക്ഷനാകുകയും മഹത്വത്തിൻ്റെ മേഘങ്ങളിൽ ഞാൻ വരികയും ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ഇനി സാക്ഷികളെ കൊണ്ട് നമുക്ക് എന്താവശ്യമെന്ന് പറഞ്ഞ് ആവേശം കൊണ്ട് അവൻ വസ്ത്രം വലിച്ചു കീറി. കാരണം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പ്രധാന പുരോഹിതനായി ബലിപീഠത്തിലേക്ക് നടന്നു പോകാൻ പോവുകയാണ്. അവൻ്റെ ബലി അർപ്പിക്കുവാൻ പ്രധാന പുരോഹിതനായി നമുക്ക് വേണ്ടി, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി, ഞാനും നിങ്ങളും ചെയ്ത സകല ആകൃത്യങ്ങൾക്കും വേണ്ടി അവൻ ക്രൂശിൽ ബലി അർപ്പിക്കപ്പെടാൻ പോവുകയാണ്. അവൻ തൻ്റെ തന്നെ ബലി തൻ്റെ ജനത്തിന് വേണ്ടി അർപ്പിക്കാൻ പോകുമ്പോൾ അവനാണിപ്പോൾ പ്രധാന പുരോഹിതനായി നിൽക്കേണ്ടത്. അതുകൊണ്ട് അപ്പോൾ മനുഷ്യൻ ദൈവത്താൽ സ്ഥാപിതമായ പൗരോഹിത്യം അവസാനിപ്പിച്ചുകൊണ്ട് ക്രിസ്തുയേശുവിന് ആ പൗരോഹിത്യം കൈമാറുകയാണ്. അവൻ്റെ പൗരോഹിത്യമാകട്ടെ ഇനി ഒരിക്കലും മാറ്റപ്പെടാത്ത ഏക സർവ്വ പൗരോഹിത്യമായി ഇന്നും നിലനിൽക്കുന്ന ആ ക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തിലേക്ക് അവൻ നമ്മെ വിളിക്കുക. എന്നിട്ട് പറയുകയാണ്, അവൻ രാജാവായി ഇന്നും നമ്മുടെ മുൻപിൽ വാഴുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ ആരാധന. അവൻ രാജാവാണെന്നും അവൻ പുരോഹിതനാണെന്നും അവൻ്റെ പൗരോഹിത്യത്തെ കാണിക്കുന്ന ഒരു കുന്തിരിക്കവും അവന് സമർപ്പിച്ചുകൊണ്ട് പാവപ്പെട്ട ഒന്നും അറിയാത്ത ശിശുക്കൾ അത് ചെയ്തു എന്ന വചനം പറയുന്നത്. ജ്ഞാനികൾക്ക് അപ്പോഴും ഇത് വെളിപ്പെട്ടിട്ടില്ല, ഇതിനെക്കുറിച്ച് യാതൊരു ബോധ്യവുമില്ല. എന്നാൽ ദൈവവചനം പറയുകയാണ്, അവൻ ആരാണ്? അവൻ രാജാവാണ്, അവൻ പുരോഹിതനാണ്. ഇനി പ്രവാചകനാണ് എന്നുള്ളതിന് ഞാൻ തെളിവ് വല്ലതും തരണോ? യേശു പ്രവാചകനാണെന്നുള്ളതിന് യേശുവിൻ്റെ ഏതെങ്കിലും പ്രവചനം വള്ളിയോ പുള്ളിയോ മാറിയിട്ടുണ്ടോ? എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു പ്രവചനം ഇത് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ അവശേഷിക്കുമെന്ന് ജെറുസലേം ദേവാലയത്തെ നോക്കി പറഞ്ഞു, ഇന്ന് കല്ലിന്മേൽ കല്ല് ശേഷിക്കുന്നില്ല എന്ന് വേണ്ട. യേശു പറഞ്ഞ സകല പ്രവചനങ്ങളും, അല്ലയോ ഇസ്രായേൽ മക്കളെ, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഓർത്ത് കരഞ്ഞു. സകലതും യേശു പറഞ്ഞ സകല പ്രവചനങ്ങളും ഒരു വള്ളിയോ പുള്ളിയോ മാറ്റമില്ലാതെ ഇന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. സംഭവിക്കാനിരിക്കുന്ന പ്രവചനങ്ങളുമുണ്ട്. ഇസ്രായേൽ വീണ്ടും കൂട്ടിച്ചേർക്കപ്പെടുമെന്ന് പറഞ്ഞു. സകല കാര്യങ്ങളും അവൻ പറഞ്ഞു. അവൻ പറഞ്ഞത് ഇന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. യാതൊരു കുറവുമില്ല, യാതൊരു മാറ്റവുമില്ല. ഇന്നും അത് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിനെ ദേവാലയത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ ജനം മുഴുവൻ ജയ് വിളിക്കുന്നു. ഇസ്രായേലിൻ്റെ രാജാവേ, ദാവീദിൻ്റെ പുത്ര, രാജാവേ, ഹോസാന, ഹോസാന എന്ന് പറഞ്ഞിട്ട് ജനം മുഴുവൻ എന്ത് ചെയ്യുന്നു? അവന് ജയ് വിളിക്കുന്നു, അവന് ആർപ്പ് വിളിക്കുന്നു. അവിടെ ഉണ്ടായിരുന്ന പുരോഹിതർക്ക് അസൂയയായി. പുരോഹിതർ പറഞ്ഞു, കുഞ്ഞു മക്കൾ പോലും, അവിടെ ഉണ്ടായിരുന്ന ശിശുക്കൾ പോലും ജയ് വിളിച്ചു. അപ്പോൾ പുരോഹിതർ പറഞ്ഞു, എടാ നീ വലിയ ജ്ഞാനിയല്ലേ, നിനക്ക് വലിയ അറിവുള്ള ആളാണല്ലോ,
ഈ പീക്കിരി പിള്ളേർ കിടന്ന് ജയ് വിളിക്കുന്നത് കണ്ടിട്ടും ഓസാന പാടുന്നത് കണ്ടിട്ടും എന്തുകൊണ്ട് നീ അവരുടെ അധരത്തെ അടയ്ക്കുന്നില്ല? നീ അവരുടെ അധരത്തെ എന്തുകൊണ്ട് ബ്ലോക്ക് ചെയ്യുന്നില്ല? നീ കാര്യം പറഞ്ഞു കൊടുക്കുന്നില്ല. അപ്പോഴാണ് യേശു പറഞ്ഞത്, നിങ്ങളുടെ പുസ്തകത്തിൽ നിങ്ങളുടെ പ്രവാചകന്മാർ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ശിശുക്കളുടെയും മുല കുടിക്കുന്ന കുഞ്ഞുങ്ങളുടെയും അധരത്തിൽ എനിക്കുള്ള സ്തുതി ദൈവം വെച്ചിരിക്കുന്നു എന്നുള്ളത് നീ മനസ്സിലാക്കുകയോ അറിയുകയോ ചെയ്യുന്നില്ല എന്ന് ചോദിക്കുക. അനേക അർത്ഥങ്ങളുണ്ട് ഈ വാക്യത്തിന്. ഒന്ന്, മുല കുടിക്കുന്ന കുഞ്ഞ്, ശിശു. നീ പാപിയാണെങ്കിൽ നിനക്ക് ദൈവത്തെ സ്തുതിക്കാൻ പറ്റത്തില്ല. നീ ആരാകണം? ശിശുവായിട്ട് വരണം. നീ മുല കുടിക്കുന്ന കുഞ്ഞായിട്ട് വരണം. നീ ജ്ഞാനിയാണെന്ന് സ്വയം അവകാശപ്പെട്ട് എല്ലാം തികഞ്ഞവനാണെന്ന് പറഞ്ഞ് നീ ഇവിടെ നിൽക്കുകയാണെങ്കിൽ നിന്റെ ആദരത്തിന് സ്തുതി പറ്റത്തില്ല. കാരണം ദൈവസന്നിധിയിൽ നിന്റെ സ്തുതി വേണ്ട. ദൈവത്തിനത് ആലോസരമാണ്, ദൈവത്തിന് താല്പര്യമില്ല. ദൈവത്തെ ആഗ്രഹിക്കുന്നത് ശിശുക്കളുടെ സ്തുതികളാണ്. കാരണം അവരുടെ ആദരത്തിലാണ് ദൈവം സ്തുതികളെ വെച്ചത്. ചക്കപ്പോത്തോലിയായി, ശരിയാ, സമ്മതിച്ച്. 100 കിലോ 90 കിലോ 70 കിലോ ഒക്കെ ഉണ്ട്, സമ്മതിച്ച്. ഒന്ന് ശിശു ആവാൻ പറ്റുമോ? ഒന്ന് ശിശു ആവാൻ പറ്റുമോ? എല്ലാം ഉണ്ട്, അധികാരമുണ്ട്, പണമുണ്ട്, സകലതുമുണ്ട്, ആരോഗ്യമുണ്ട്. പക്ഷെ കർത്താവ് ചോദിക്കുക, നിനക്കൊന്ന് ശിശു ആവാൻ പറ്റുമോ? നീ ഒന്ന് ശിശുവായി ദൈവത്തെ സ്തുതിക്കുന്നുണ്ടെങ്കിൽ ദൈവം ആഗ്രഹിക്കുക നിൻ്റെ സ്തുതികളുടെ ബലി. അവിടെയാ ദൈവം നിൻ്റെ ആവശ്യങ്ങളെ നടത്തുന്നത്, നിൻ്റെ ആഗ്രഹങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ കരുണ ചൊരിയുന്നത്. കാരണം വചനം പറയുക, ശിശുക്കളുടെ മേൽ എൻ്റെ സ്തുതികളെ ഞാൻ വച്ചിരിക്കുക. കുഞ്ഞുമക്കൾ കൈയടിച്ച് കർത്താവിനെ ആരാധിക്കുമ്പോൾ പെട്ടെന്ന് നടക്കും. ചെറിയ മക്കൾ, അല്ലേ, കുഞ്ഞുങ്ങൾ, ശിശുക്കൾ, അതിനറിയില്ല, നിഷ്കളങ്കമായിട്ടാണ് അത് ആരാധിക്കുന്നത്. അവർക്ക് യാതൊന്നും അറിയില്ല. അവർ നോക്കുന്നത് ചിലപ്പോൾ മാതാപിതാക്കളെ കണ്ടിട്ടായിരിക്കും, നിങ്ങളെ കണ്ടുകൊണ്ടായിരിക്കും നിങ്ങളുടെ മക്കൾ കരമടിച്ച് ആരാധിക്കുന്നത്. നമ്മളെ കണ്ടുകൊണ്ടാണ് പല മക്കളും ആരാധിക്കാതിരിക്കുന്നത്, ഇപ്പോഴും കല്ല് പോലെ ഇരിക്കുന്നത്. കാരണം അപ്പൻ എന്താ ചെയ്യുന്നേ? ആരാധിക്കത്തില്ല. അമ്മ എന്താ ചെയ്യുന്നേ? ആ കുറ്റം കണ്ടുപിടിക്കാൻ നടക്കും, ആരാധിക്കത്തില്ല. കണ്ണു തുറന്നിട്ട് അവൾ ആരാധിക്കുന്നുണ്ടോ, ഇവൻ ഈ പരിപാടി അമ്മയും അപ്പനും ചെയ്യുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും? ഇത് തന്നെ ചെയ്യും, ഇങ്ങനെ നോക്കിയിരിക്കും. അപ്പുറത്തുള്ളവൻ ആരാധിക്കുമ്പോൾ കളിയാക്കി ചിരിക്കും, എന്തുവാടാ കാണിക്കുന്നത്? ദൈവവചനം പറയുകയാണ്, കുഞ്ഞുങ്ങളുടെ ഉള്ളിലാണ് ഞാൻ സ്തുതികളെ വെച്ചിരിക്കുന്നത്. അവരുടെ അധരങ്ങളിൽ ഞാൻ ദൈവത്തിനുള്ള സ്തുതികളെ വെച്ചു, ദൈവത്തിനുള്ള ബലികളെ വെച്ചിരിക്കുക. നമുക്ക് എത്ര പേർക്ക് പറ്റും ശിശു ആവാൻ? എൻ്റെ പാപം കർത്താവിൻ്റെ മുൻപിൽ ഏറ്റുപറഞ്ഞ് ഞാനൊരു ശിശുവാകാൻ പറ്റുമെങ്കിൽ, ഒരു കുഞ്ഞാവാൻ പറ്റുമെങ്കിൽ, യേശു ഒരു കുഞ്ഞുങ്ങളെടുത്ത് വെച്ചിട്ട്, കരങ്ങളെടുത്ത് വെച്ചിട്ട് പറഞ്ഞു, ഇവരെ പോലുള്ളവർക്കാണ് സ്വർഗരാജ്യം. കാരണം ഈ ശിശുവിനെ പോലുള്ളവർക്കാണ് സ്വർഗരാജ്യം. പാപം അറിയാത്തവൻ, പാപത്തെ മനസ്സിലാകാത്തവൻ, പാപത്തെക്കുറിച്ച് ബോധ്യമില്ലാത്ത, അല്ലെങ്കിൽ പാപം ചെയ്യാത്ത ഈ ശിശുക്കൾക്കാണ് ദൈവരാജ്യം. ഇത് കൃത്യമായി കാനാൻ ദേശത്തേക്ക് പോയ 20 വയസ്സ് മുതൽ താഴെയുള്ളവരും കാനാനിൽ പ്രവേശിച്ചു. കാരണം എന്താ? അവരുടെ പാപത്തെ ദൈവം പരിഗണിച്ചില്ല, അവരുടെ പാപത്തെ ദൈവം നോക്കിയില്ല. ശിശുക്കൾക്കാണ് ദൈവരാജ്യം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാണ്, നിങ്ങളുടെ അധരങ്ങൾ ദൈവസന്നിധിയിൽ സ്തുതികളായി അർപ്പിക്കാൻ പറ്റുമെങ്കിൽ, ആ പുത്രനെ ചുംബിക്കാൻ പറ്റുമെങ്കിൽ. കർത്താവ് പറയുകയാണ്, ഇത് പുരോഹിതർക്ക് വെളിപ്പെട്ടിട്ടില്ല, ജ്ഞാനികൾക്ക് വെളിപ്പെട്ടിട്ടില്ല, ഫരിസേയർക്കും അവിടെ ഉണ്ടായിരുന്ന ചുങ്കക്കാർക്കും സകലർക്കും വെളിപ്പെട്ടിട്ടില്ല. പക്ഷേ പാവപ്പെട്ട ശിശുക്കൾക്ക് വെളിപ്പെട്ടു. പാവപ്പെട്ട ജനത്തിന്, ശിശുക്കൾക്ക് അത് വെളിപ്പെട്ടു. ഇന്ന് എത്ര പേർക്ക് ഇത് വെളിപ്പെട്ടു എന്ന് എനിക്കറിയത്തില്ല. കർത്താവായ യേശു ക്രിസ്തു, അവൻ രാജാതിരാജനായി, സർവശക്തനായി, സർവാധിപനായി, ദൈവമായി എത്ര പേർക്ക് ഇന്ന് പറയാൻ പറ്റും, ആരാധിക്കാൻ പറ്റും? അങ്ങനെ ആരാധിക്കുന്നവരുടെ ആവശ്യങ്ങളുടെ മേലാണ് ദൈവം പ്രവർത്തിക്കുന്നത്. അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാം. ആ ദൈവത്തിൻ്റെ ശക്തമായ പ്രവൃത്തി നമ്മുടെ കൂടെ ഉണ്ടാകട്ടെ. നമ്മുടെ ആവശ്യങ്ങളിൽ, നമ്മുടെ ഏതൊരു ആവശ്യത്തിലും ദൈവം നടത്തി തരുമെന്ന് വിശ്വാസം നമുക്കുണ്ടാകണം. നമുക്ക് എഴുന്നേറ്റ് വെക്കാം, ദൈവസന്നിധിയിൽ കർത്താവിനെ ആരാധിക്കാം.